ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. സുധാകർ മംഗളോദയ നോവൽ മുറപ്പണിന്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക്. മേടമായി കൊന്നകള് സ്വർണ്ണപ്പൂക്കൾ അണിഞ്ഞു, കണിക്കൊരുങ്ങി. ഗ്രാമത്തിലെ വീടുകളിൽ നിന്നും പടക്കങ്ങളുടെ ഒച്ച കേട്ടു തുടങ്ങി. രവീന്ദ്രന് അത് വല്ലാത്തൊരു ഭീതിയാണ് ഉണർത്തിയത്. വിഷു വരികയായി. വിഷുവിന്റെ തലേന്ന് തന്നെ ഗോവിന്ദമാമ എത്തും. കൂടെ തങ്കലീലയുണ്ടാവും. അമ്മയുടെ കയ്യിൽ നിന്നും വിഷു കൈനീട്ടം വാങ്ങണമെന്നതും ഗോവിന്ദമ്മാമ്മയുടെ വലിയ നിർബന്ധമാണ്. ഒരാണ്ടിലും അത് മുടക്കില്ല. അമ്മയടുത്തിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ബർക്കത്ത് ഈ ലോകത്തിലെ മറ്റൊരു കൈക്കുള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് മൂപ്പര് ഇടയ്ക്കിടെ പറയും. അതൊരു സ്തുതിവചനം മാത്രമാണോ എന്നറിയില്ല. കമലയും തങ്കലീലയും ദിലീപനും ചേർന്നാണ് കണിയൊരുക്കുക. പതിവ് അരികിലിരുന്ന് അമ്മ നിർദ്ദേശങ്ങൾ നൽകും. രവിയെ സംബന്ധിച്ചിടത്തോളം വിഷുപ്പുലരികൾ എന്നും ആഹ്ലാദകരാണ്. മഴയിൽ കുതിർന്ന ഓണക്കാലത്തേക്കാളും അയാൾക്കിഷ്ടം ക്ഷുദ്രസുന്ദരമായ മേടമാണ്. എന്നാൽ ഇത്തവണത്തെ വിഷു ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കാനാണ് സാധ്യത. അതെങ്ങനെ ഒഴിവാക്കുമെന്ന് രവിക്ക് അറിയില്ലായിരുന്നു. വിഷു തലേന്ന് തന്നെ ഒരുപക്ഷെ ഗോവിന്ദമാമ മുഹൂർത്തം കുറിക്കാൻ പണിക്കരെ വിളിച്ചുകൊണ്ടെന്ന് വന്നേക്കാം. പിന്നീട് അതിൽ നിന്നും ഒഴിയാൻ കഴിയില്ല. ഒഴിയണമെങ്കിൽ മുമ്പേ കാര്യം തുറന്നു പറയേണ്ടി വരും. പിന്നീട് കുപ്പളങ്കോട്ട വീട്ടില് കണിയൊരുക്കലോ കണി കാണലോ വിഷു കൈനീട്ടോ ഒന്നും ഉണ്ടാവില്ല. ഗോവിന്ദമാമ കമലയെ വിളിച്ചുകൊണ്ടെന്ന് പടിയിറങ്ങിപ്പോകും. അത് അമ്മ സഹിക്കില്ല. അമ്മയുടെ ഭീഷണി ഇപ്പോഴും രവിയുടെ ഉള്ളില് ഒരു കൊള്ളിയാനായിട്ട് മിന്നുന്നുണ്ട്. അങ്ങനെ ഒരു ഗതികേടുണ്ടായ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല, തീർച്ചയാ. ഇനിയൊരു അവധി പറഞ്ഞാലത്തെ അവസ്ഥയാണ് അമ്മ സൂചിപ്പിച്ചത്. അപ്പോൾ ആ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞാലത്തെ അവസ്ഥയോ? അതെന്തായിരിക്കും? അന്ന് ഓഫീസിലെത്തിയ ശേഷം ഉച്ചതിരിയാൻ വേണ്ടി അസ്വസ്ഥതയോടെ കാത്തിരിക്കുകയായിരുന്നു രവി. നന്ദനെ കണ്ടേ തീരുവെന്ന് ഉറപ്പായി. തൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കുന്ന മറ്റൊരു വ്യക്തിയില്ല. ഏതെങ്കിലും തരത്തിൽ സഹായിക്കാനും അവനെ കഴിയും. അവൻ ആവശ്യപ്പെടുന്ന തൻ്റെ ഇടം മാർജിക്കാൻ തനിക്കാവില്ല. മുഖത്തു നോക്കി നോ പറയാൻ വയ്യ. ഇപ്പോഴാണെങ്കിൽ വളരെ വൈകുകയും ചെയ്തു. എങ്ങനെ ഈ നിർണായക മുഹൂർത്തം മറികടക്കും? പുറത്തിറങ്ങി ബൈക്കിൽ കടന്നിരിക്കുമ്പോഴാണ് ഒന്ന് ഫോൺ ചെയ്തിട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നിയത്. നന്ദൻ തിരക്കുള്ളവനാണ്. അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി വല്ല യാത്രയും പോയിരിക്കുകയാണെങ്കിലും. തൊട്ടടുത്ത ബൂത്തിൽ കയറി രവി. ഫോൺ എടുത്തത് നന്ദൻ തന്നെയായിരുന്നു. 2 മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ രവിയേട്ടനെ കിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഔട്ടിങ്ങിന് പോകാൻ ഒരുങ്ങിയായിരുന്നു. എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ്, രവി അറിയിച്ചു. സാറില്ല, ഞാൻ അതുവഴി വരാം. നിങ്ങളുടെ ഓഫീസിന് മുന്നിലൊരു ഡ്രൈവ്-ഇൻ റെസ്റ്റോറൻ്റ് ഇല്ലേ? അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അത്യാവശ്യ പ്രോഗ്രാം അല്ല നിൻ്റെതെങ്കിലേ ഞാൻ അങ്ങോട്ട് വന്നാലോ? എൻ്റെ ഈ പ്രശ്നത്തിലെ രാഗിയുടെ സജഷൻ എന്താണെന്ന് അറിയാമായിരുന്നു. രവിയേട്ടൻ വിഷമിക്കണ്ട, എൻ്റെ ഒപ്പം രാഗി ഉണ്ടാവും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നതാ. അവൾക്ക് ആ ഡ്രൈവ്-ഇൻ റെസ്റ്റോറൻറ്റിലെ പൊരിച്ച കോഴിയും ചപ്പാത്തിയും കഴിക്കണത്രേ. നന്ദൻ ചിരിച്ചു. പുറത്ത് യാത്ര ചെയ്യാറൊക്കെ ആയോ രാഗിക്ക്? പുറത്ത് യാത്ര ചെയ്യുന്നതിലും എന്താ രവിയേട്ടാ? നന്ദൻ വീണ്ടും ചിരിച്ചു. ഇത് നമ്മുടെ നാട്ടുമ്പുറമല്ലല്ലോ. അപ്പം മോനോ? അവനെ നോക്കാൻ ഒരു അപ്പോയിൻമെന്റ് ചെയ്തു കഴിഞ്ഞു. 4-5 ദിവസമായിട്ട് അതിൻ്റെ ഇന്റർവ്യൂ ആയിരുന്നു. ഇന്നലെ പോസ്റ്റിംഗ് നടന്നു. നല്ലൊരു ആംഗ്ലോ ഇന്ത്യൻ തള്ള. കുറച്ചു നാൾ നേഴ്സായിട്ട് വർക്ക് ചെയ്ത് പരിചയമുണ്ട്. നന്നായി ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് കാച്ചും. രായ്ക്ക് ശരിക്കും പിടിച്ചു. നന്ദനും തമാശയാണ്. ശരി, ഞാൻ ഡ്രൈവിംഗ് റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്യാം. രവി ഫോൺ വെച്ചു. 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. രാഗിയും നന്ദഗോപനും കാറിൽ നിന്നിറങ്ങി. നിറയെ ഞൊറികളും ചുരുക്കുകളുമുള്ള മനോഹരമായൊരു ഗൗണാണ് രാഗി ധരിച്ചിരുന്നത്. മുടിയുടെ നീളം അല്പം കൂടി കുറച്ചിരിക്കുന്നു. ഷാംപൂവിൽ കഴുകി അത് മുഖത്തിനു ചുറ്റും പറത്തിയിട്ടിരിക്കുകയാണ്. ചുണ്ടില് ലൈറ്റ് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക് ഉണ്ട്. ഔട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ സ്റ്റൈലാവാം അത്. രവിയേട്ടന്റെ മുഖം കണ്ടാലറിയാം. ആകെ ഡെസ്പ. രവിയെ കണ്ടതും രാഗി പറഞ്ഞു. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി കമലയെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടാവും. മുഖപൂര കൂടാതെ വിഷയം അവതരിപ്പിക്കാൻ രാഗിയുടെ ചോദ്യം രവിക്ക് സഹായകരമായി. സമ്മതിക്കേണ്ട ഗതികേടില്ല. എന്തുപറ്റി? നന്ദൻ ആരാഞ്ഞു. വിഷുവിന്റെ തലേന്ന് ഗോവിന്ദമാമ വരും. അപ്പൊ പണിക്കരെ വിളിച്ചു വരുത്തി കല്യാണത്തിനുള്ള ദിവസവും മുഹൂർത്തവും നിശ്ചയിക്കണം എന്ന് പറഞ്ഞിരിക്കണത്. അതിനു മുമ്പേ ഒരു തീരുമാനം എടുക്കണം. സംഭാഷണം അത്രയായപ്പോഴേക്കും ഭക്ഷണത്തിനുള്ള ഓർഡർ എടുക്കാൻ ഹോട്ടൽ ജോലിക്കാരനെത്തി. രാഗിയും നന്ദനും തങ്ങളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പറഞ്ഞു. രവിയേട്ടൻ എന്താ വേണ്ടത്? നന്ദൻ തിരക്കി. പാനീയങ്ങൾ എന്തെങ്കിലും മതി. ഹോട്ടൽ കോൾഡ്. തണുത്ത നാരങ്ങനീര് കിട്ടുമോ? ഷുവർ. ഹോട്ടൽ ജോലിക്കാരൻ മടങ്ങിപ്പോയി. ആട്ടെ, രവിയേട്ടനെതുവരെ തീരുമാനം എടുത്തില്ലേ? പറഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വന്നു നന്ദൻ. ഇല്ല എന്ന അർത്ഥത്തില് രവി മുഖം ചലിപ്പിച്ചു.
രവീട്ടിന്റെ ഈ തന്റെ ഇടമില്ലായ്മ അതാണ് പ്രശ്നം ഇത്രയും വഷളാക്കിയത്. 6 മാസം കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. രവി വളരെ പതുക്കെ ശബ്ദിച്ചു. അതുകൊള്ളാം. നന്ദന്റെ മുഖത്ത് നീരസം നിറഞ്ഞു. ആ മറുപടി തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നല്ലേ? 6 മാസം കഴിഞ്ഞ രവീട്ടൻ സന്നദ്ധനാണെന്നല്ലേ അതിന്റെ അർത്ഥം? സന്നദ്ധനാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഏതായാലും അവധി പറഞ്ഞത് തന്നെ വീട്ടിലെല്ലാവർക്കും വലിയ പ്രശ്നമായിരുന്നു. രവീന്ദ്രൻ തുടർന്നു. കമലയുടെ കണ്ണീര് വീണ കുടുംബം നശിക്കുന്നൊക്കെയാ അമ്മയുടെ സൂചന. കുടുംബം നശിച്ചില്ലേലും ആ ശാപം എന്നെ ബാധിക്കുമെന്ന് ഭയമുണ്ടായിരുന്നു. ഇപ്പൊ അമ്മ പറയണത് ഇനി ഒരു അവധി പറഞ്ഞ അമ്മയ്ക്കും കമലയുടെ മുഖത്ത് നോക്കാൻ കഴിയില്ലാതാവുന്ന, അങ്ങനെ ഒരു ഗതികേടുണ്ടായാലേ അമ്മ ജീവിച്ചിരിക്കില്ല എന്ന്. നന്ദലിന് നേരിയൊരു ഞെട്ടലുണ്ടായി. എന്നാൽ രാഗി ചിരിച്ചതേ ഉള്ളൂ. അതൊക്കെ ശുദ്ധ ഭീഷണികളാ. രവീട്ടിനെ ആരെ കല്യാണം കഴിച്ചാൽ അമ്മയ്ക്കെന്താ? കമലയ്ക്കും അവളുടെ അച്ഛനും വാക്കുകൊടുത്തത് അമ്മയാ. അവളുടെ പഠിത്തം നിർത്തിച്ചതും ഓരോ ആശകളൊക്കെ അതിന്റെ മനസ്സിൽ നട്ടു നടത്തിയതും അമ്മയാ. അതാ അമ്മയുടെ പ്രോബ്ലം. ഒന്ന് ചോദിക്കട്ടെ? രാഗി രവിയെ ഉറ്റുനോക്കി. കമലയെ വേണ്ടെന്ന് വെക്കുന്നതിൽ രവിയേട്ടൻ എന്തെങ്കിലും വിഷമം? അങ്ങനെയുണ്ടെങ്കിൽ രവിയേട്ടൻ കമലയെ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഹേയ്, അവളെ വിഷമിക്കുമോ എന്ന വിഷമേ ഉള്ളൂ എനിക്ക്. അപ്പൊ കമല വിഷമിക്കരുതെന്നേ ഉള്ളൂ. രവി തലയാട്ടി. അതായത് വേദന അറിയാത്ത ഓപ്പറേഷൻ. ഏറ്റു, ഞാൻ ഏറ്റു. രാഗി ഉച്ചത്തിൽ ചിരിച്ചു. വിളമ്പുകാരൻ ഓർഡറിനനുസരിച്ചുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് മധ്യയുള്ള മേശയിൽ നിരത്തി. അയാളെ തിരിച്ചുപോയപ്പോ രവി രാഗിയെ നോക്കി. രാഗി പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ച രാഗി ഗൗരവത്തിൽ രവിയോട് ചോദിച്ചു. കമലയ്ക്ക് രവിയേട്ടനോട് യഥാർത്ഥമായ സ്നേഹമുണ്ടല്ലോ ഇല്ലേ? ഉണ്ടെന്നാ എന്റെ തോന്നല്. എങ്കിലേ മരുന്ന് ഫലിക്കും. എന്തു മരുന്ന്? കാര്യം തെളിച്ചു പറയടി പെണ്ണെ. നന്ദന് ഉദ്യോഗമായി. രാഗി ചിരിച്ചു. ചിരിയോടെ രവിയോട് അന്വേഷിച്ചു. കല്യാണത്തിന് മുഹൂർത്തം കണ്ടുപിടിക്കാൻ വരുന്ന ആ ജ്യോത്സ്യപ്പണിക്കര് കൈക്കൂലി വാങ്ങി അല്പം സ്വല്പം കള്ളത്തരങ്ങൾ ഒപ്പിക്കാൻ മനസ്സുള്ള കൂട്ടത്തിലായിരിക്കുമല്ലോ ഇല്ലേ? അയ്യോ, അയാൾ അതിലൊരു വീരനാ. നന്ദൻ പറഞ്ഞു. കാശിറക്കിയ ചേരാത്ത ജാതകം ചേർക്കും, ചേരുന്നത് പൊളിക്കും. എങ്കിലീ പ്രയോഗം ഫലിക്കാനാ സാധ്യത. സംഗതിയേറ്റ കമല സ്വയം ഈ വിവാഹത്തിൽ നിന്നും ഒഴിയും. രവിയേട്ടന് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആരും ശപിക്കില്ല, ആരും കരയില്ല. അതുപോലെ പിന്നൊരു കാര്യം, ആർക്കും സംശയം തോന്നാൻ പാടില്ല. ബുദ്ധിപൂർവം നീങ്ങണം. കല്യാണത്തിന് സമ്മതമാണെന്ന ഭാവത്തില് എല്ലാവരുമായിട്ട് സോപ്പിൽ നിന്നുണ്ടാ മതി. ഈ കണക്കിന് എന്നെ ഒഴിവാക്കേണ്ട ഒരു ആവശ്യം വന്നാ നീ എന്നെയും ഇങ്ങനെ തട്ടിക്കളയല്ലോ ഭാര്യയെ? നന്ദൻ ചോദിച്ചു. സൂക്ഷിച്ചോളൂ. രാഗി ചിരിച്ചു. രാത്രി 9 മണിയോടെയാണ് അവർ റെസ്റ്റോറന്റിൽ നിന്നും പിരിഞ്ഞത്. അന്യായ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചിട്ട് പോകുന്ന സ്വന്തം ചോരക്കുഞ്ഞിനെ കുറിച്ച് രാഗിക്ക് യാതൊരു വേവലാതി ഉണ്ടായിരുന്നില്ല. കാറിൽ കയറാൻ നേരം നന്ദൻ ഓർമ്മിപ്പിച്ചു. മോൻ പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞിട്ടുണ്ടാവും. ഓ, അതൊക്കെ മാഗി ആന്റി ഡീൽ ചെയ്തോളൂ. പെറ്റമ്മയ്ക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന ആ സാധനം ആ തള്ളയുടെ കയ്യിലുണ്ടാവോ? നന്ദൻ ചോദിച്ചു. അനവസരത്തിൽ തമാശ പറയരുത് കേട്ടോ നന്ദേട്ടാ. രാഗിക്ക് ശുണ്ടി വന്നു. പശുവും പാല് ഡയലൂട്ട് ചെയ്ത് കൊടുത്തോളൂ അവര്. അല്ലെങ്കിൽ പഴച്ചാറുണ്ടല്ലോ, അമ്മ എപ്പോഴും അരികിൽ വേണമെന്ന് പിടിഭാഷി ഇപ്പൊ തൊട്ടേ മാറ്റിയെടുക്കാനാ എന്റെ ശ്രമം, അറിയോ? അതോടെ നന്ദന്റെ നാവ് താണു. അന്ന് വൈകിയാണ് രവീന്ദ്രൻ വീട്ടിലെത്തിയത്. പക്ഷെ പുറത്തുനിന്നും ആഹാരം കഴിച്ചിരുന്നില്ല. പതിവിൻപടി അമ്മാളുകുട്ടിയമ്മ രവിക്ക് വാതിൽ തുറന്നു കൊടുത്തത്. അവര് തിരിഞ്ഞ് അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോ രവി പറഞ്ഞു. ഞാൻ ഊണ് കഴിച്ചിട്ടില്ലമ്മേ. അതെന്താ? അമ്മ അതിശയത്തിൽ രവിയെ നോക്കി. കുറച്ചു ദിവസമായി നീ ഇവിടുന്ന് ആഹാരമേ കഴിക്കാറില്ലായിരുന്നല്ലോ. ചോറിൽ കമല വെള്ളം ഒഴിച്ചു കാണുന്നാ തോന്നണേ. വേണമെങ്കിൽ അവളോട് പുട്ടുണ്ടാക്കി തരാൻ പറയാം. അരിപ്പൊടി വറുത്തിട്ടുണ്ടാവും, പഴം കാണും, കുറച്ച് പപ്പടവും കാച്ചിത്തരും. മതിയോ? അപ്പോഴേക്കും കമല എഴുന്നേറ്റ് വന്നിരുന്നു. മതി, രവി പറഞ്ഞു. അയാളെ വേഷം മാറ്റി കാലും മുഖവും കഴുകി വന്നപ്പോഴേക്കും കമല പുട്ടും പഴവും എടുത്ത് മേശയിൽ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. പപ്പടം കാച്ചി അതും കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അടുക്കളയിലെ കതകിന് പിന്നിലേക്ക് മാഞ്ഞു. രവിക്ക് ഇപ്പോൾ അവളെയോർത്ത് വിഷമം തോന്നി. ഏതായാലും കമലയെ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. രവീട്ടൻ തന്നെ ഉപേക്ഷിക്കുകയാണെന്ന കാര്യം അവൾ അറിയുക പോലുമില്ല. ഒന്നും അറിയാതെ അവൾ തനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. എന്നെങ്കിലും ഒരിക്കലേ ആരെങ്കിലുമായി അവളുടെ കല്യാണം നടന്നാൽ തന്റെ വകയായിട്ട് ഒരു 5 പവനെങ്കിലും അവൾക്ക് സമ്മാനം കൊടുക്കണമെന്ന് രവി തീരുമാനിച്ചു. തന്നെ ഒരുപാട് ആശിച്ചവളല്ലേ അവള്. ഒരടിമയെ പോലെ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവളല്ലേ. ശാപം കിട്ടാൻ പാടില്ല. പിറ്റേന്ന് രാവിലെ രവി വീട്ടിൽ നിന്നും ആഹാരം കഴിച്ചു. അടുക്കളയിലെ കതകിന് പിന്നിൽ നിന്നിരുന്ന കമലയോട് നാളുകൾക്ക് ശേഷം ഒരു ലോഹ്യം ചോദിക്കുകയും ചെയ്തു. വിഷുവിന് നിനക്ക് സാരി വല്ലതും വാങ്ങണോ? എനിക്ക് ജോലി കിട്ടിയ വകയില് ഒന്നും വാങ്ങി തന്നില്ലല്ലോ എന്ന് ഓർത്താ. ഒന്നും വേണ്ട രവിട്ട. കതകിന് പിന്നിൽ നിന്നും തന്നെ ഇടറുന്ന സ്വരത്തില് അവൾ മറുപടി നൽകി. നന്ദേട്ടന്റെ കല്യാണത്തിനായി വാങ്ങിയ സാരി കോടിമയാതിരിക്കുന്നുണ്ട്. അന്ന് 1 മണിക്കൂർ നേരത്തെ രവി ഓഫീസിൽ നിന്നിറങ്ങി.
വീട്ടിലേക്ക് പോരും വഴി കുടുംബ ജ്യോത്സ്യനായ ശ്രീധരപ്പണിക്കരുടെ വസതിയിൽ കയറി. ശ്രീധരപ്പണിക്കര് നല്ല ജ്യോത്സ്യനാണ്. പറയുന്ന കാര്യങ്ങൾ അച്ചട്ടാവുന്ന നാട്ടുകാരും അയാളെ തേടിയെത്തുന്ന മറുനാട്ടുകാരും പറയുന്നു. ദക്ഷിണയ്ക്ക് ആർത്തിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കണക്ക് പറഞ്ഞ് തുക വാങ്ങും അത്രേ. പണത്തിനു വേണ്ടി ചിലരെ കാപട്യങ്ങൾ കാട്ടാൻ അയാൾ മടിക്കില്ല എന്ന കേൾവി ശരിയല്ലെങ്കിൽ താൻ നാണം കെടുമെന്ന് രവിക്ക് അറിയാമായിരുന്നു. മടിച്ചാണ് അയാളെ പണിക്കരെ സമീപിച്ചത്. അങ്ങേയറ്റം സന്തോഷത്തിലാണ് പണിക്കര് രവിയെ സ്വീകരിച്ചത്. ദേശത്തെ കൊള്ളാവുന്ന കുടുംബത്തിലെ പയ്യനാണ്, ഉദ്യോഗസ്ഥനാണ്. വരൂ, പണിക്കര് ക്ഷണിച്ചു. ഇരിക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മ സുഖമായിരിക്കണോ? അനിയന് കുട്ടിയായോ? സ്വന്തം കാര്യം എന്നത്തേക്കാ? കല്യാണത്തിന് മുഹൂർത്തം കുറിക്കണതിനെ കുറിച്ച് ആലോചിക്കാനാവും വന്നിരിക്കണതുണ്ടോ? എങ്കിൽ നന്ന്. ശുഭസ്യ ശീഘ്രം എന്നാ. ഇനി വൈകിക്കണ്ട. ചോദ്യങ്ങൾ ഒന്നൊന്നായി മറുപടി നൽകി രവീന്ദ്രൻ. പിന്നെ വന്ന വിഷയം അവതരിപ്പിച്ചു. ശ്രീധരപ്പണിക്കരുടെ മുഖം കറുത്തു. അതെന്തിനാ ആ കുട്ടിയെ വേണ്ടാന്ന് വെക്കുന്നത്? കുട്ട, ഈ ഗ്രാമത്തിൽ വേറെ ഇല്ലല്ലോ അത്ര അഴകുള്ളൊരു പെൺകിടാവ്. സാക്ഷാൽ ലക്ഷ്മിയല്ലേ അത്. നടന്നാ ഭൂമിക്ക് നോവില്ല, ചിരിച്ചാ നിലാവ് തെളിയാന്ന് തോന്നും. പക്ഷേ എനിക്കത് ശരിയല്ല. ഓരോ മനുഷ്യനും ഓരോ യോഗണ്ടേ. പണിക്കര് പുഞ്ചിരിച്ചു. ഓളുടെ കൂടെ കൂടിയാലേ ഒരാളെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു നീക്കാനോ നമ്മുടെ യോഗത്തിന് മാറ്റം ഉണ്ടാവുമെന്ന് കരുതണ്ട. അനുഭവിക്കാനുള്ളത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഏത് അളക്കിൽ കയറി ഒളിച്ചിരുന്നിട്ടും കാര്യമില്ല. പരീക്ഷത്ത് മഹാരാജാവിന്റെ കഥ കേട്ടിട്ടുണ്ടാവില്ലേ? രവീന്ദ്രൻ വിഷമത്തിലായി. പണിക്കര് സഹായിച്ചില്ലേലും ഈ കല്യാണം നടക്കില്ല. നിങ്ങൾ സഹായിക്കണാച്ച ആ കുട്ടിയെ വീട്ടിലുള്ളവരെയും വേദനിപ്പിക്കാതെ കഴിക്കാമായിരുന്നെന്ന് മാത്രം. ഇതൊരു ഉപകാരമാണ്, സൽക്കർമ്മമാണ്, രവി അപേക്ഷിച്ചു. അതെ, പണിക്കര് ചിരിച്ചു. ചില നിർബന്ധിച്ച് ഇത്തരം ചില കേസുകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ജോത്സ്യനെ കുറ്റം പറയും. ഈ ചെയ്തതിന്റെ പാവം ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് തന്നെയാ. ഒരാൾക്ക് ഒരു കല്യാണം ഇഷ്ടമല്ല തുറന്നു പറയാനുള്ള ധൈര്യമില്ല. എന്തായാലും അത് നടക്കാതിരിക്കണത് തന്നെ നല്ലത്. അതിനായിട്ട് ഞാനൊരു കള്ളം പറയും. ഞങ്ങളെ കൊണ്ട് പറയിക്കണതാവുമ്പോ അതിലൊരു പാവം നിങ്ങൾക്ക് പോരും, പുണ്യം ഞങ്ങൾക്കും. ശരി, സമ്മതിച്ചു, രവി പറഞ്ഞു. പാവം ഞാൻ എടുത്തിരിക്കുന്നു. 501 രൂപ രവി ദക്ഷിണ വെച്ചു. ഒരു നുണയ്ക്ക് ഇത് വളരെ ചെറിയ ദക്ഷിണയാ. പണിക്കര് തമാശയെ ചിരിച്ചു. സാരല്ല, പാവം അങ്ങോട്ട് തരികയാണല്ലോ. വിഷുവിന് തലേന്നാ ഗോവിന്ദമാമ വരും. രവി എഴുന്നേറ്റു. ആയിക്കോട്ടെ, പണിക്കര് തലകുലുക്കി. എന്നാലും തീർത്ഥമെടുത്ത വലമ്പിരി ശങ്കാണ് കേട്ടോ കയ്യിൽ നിന്നെറിയണത്, മറക്കണ്ട. അധ്യായം 11. വിഷുത്തലേന്ന് ഉച്ചതിരിഞ്ഞ് ഏതാണ്ട് 4 മണിയോടടുത്ത് അപ്പോ ഗോവിന്ദൻകുട്ടി നായരും തങ്കലയിലെയും കുപ്രങ്കാട്ട പടിപ്പുരവാതിക്കലെത്തി. ഗോവിന്ദൻകുട്ടി നായരുടെ ചുമലില് ഒരു തോർത്തുണ്ട്, കക്ഷത്തില് ഒരു പഴയ കുടയും മാത്രം. എന്നാ പിന്നിൽ വരുന്ന തങ്കലയില ഒരു ചാക്കുസഞ്ചി തൂക്കിപ്പിടിച്ചിരിക്കുന്നു. പാവാടയ്ക്കും ധാവണിക്കും പകരം ഇക്കുറി അവള് അധികം വിലയില്ലാത്തൊരു ചുരിദാർ കുർത്തിയാണ് അണിഞ്ഞിരുന്നത്. അവര് മുറ്റത്തെത്തിയപ്പോഴേക്കും കമല ഓടി വന്ന് തങ്കലീലയുടെ കയ്യിലെ ചാക്കുസഞ്ചി വാങ്ങി. ചാക്കുസഞ്ചി വിട്ടുകൊടുത്തിട്ട് തങ്കലീല മുഖം ചുളിച്ചുകൊണ്ട് കൈ കുടഞ്ഞു. എന്റെ കൈ കഴച്ചൊടിഞ്ഞു. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇതുവരെ തൂക്കി. ഓട്ടോറിക്ഷ പിടിക്കാൻ അച്ഛൻ്റെ അടുത്ത് ഞാനൊരു 100 വട്ടം പറഞ്ഞു. രവീട്ടിനും അമ്മായി ഓട്ടോക്കൂലി കൊടുത്തോളല്ലോ. അച്ഛൻ കേൾക്കണ്ടേ? മകളുടെ പരാതി ശ്രദ്ധിക്കാതെ ഗോവിന്ദൻകുട്ടി നായർ അകത്തേക്ക് കയറിപ്പോയി. നല്ല ഭാരമുണ്ടല്ലോ, എന്തൊക്കെയാ ഇതിനുള്ളിലുള്ളത്? അകത്തേക്ക് നടക്കുന്നതിനിടയിൽ കമല അനിയത്തിയോട് തിരക്കി. 4 വെള്ളരിക്ക, പിന്നെ തൊടിയിൽ ഞാൻ നട്ടു നനച്ച് വളർത്തിയ വെള്ളരിക്ക കാച്ചതാ. അതിലൊന്ന് കണി കാണാൻ പാകത്തിന് ഷേപ്പും നിറവും ഒക്കെ ഉള്ളതാ. പിന്നെ മുറ്റത്ത് തൈമുരിങ്ങയെന്ന് കുറെ മുരിങ്ങക്കയും. ചിറ്റയത്തെ ഭാഗ്യച്ചെറിയമ്മയോട് ഞാൻ ഇരുന്ന് വാങ്ങിയ ഒരു ചേന. നമ്മുടെ വരിക്കപ്ലാവിൽ നിന്ന് അച്ഛൻ ഒരു ചക്കയിട്ട് തന്നു. അതുകൂടി ആയപ്പോ ചുമക്കാൻ വയ്യാതായി. മൂത്ത ചക്കയാ. ചക്ക വറുത്തത് രവീട്ടിന്റെ ഫേവറേറ്റ് ആണല്ലോ എന്ന് ഓർത്തു ഞാൻ ചുമക്കാൻ സമ്മതിച്ചത്. കമലയെ നോക്കി തങ്ക ഒരു കള്ളച്ചിരി ചിരിച്ചു. കമലയുടെ മുഖം ചുവന്നു തുടുത്തു. അടുത്ത നിമിഷം തന്നെ അവിടെ വ്യസനത്തിന്റെ നിഴൽ പരന്നു. തങ്ക അത് ശ്രദ്ധിച്ചതേയില്ല. രവി ഓഫീസിൽ പോയിരിക്കുകയാണ്. വിഷുവായിട്ടും ഇവന് അവധിയൊന്നുമില്ലേ? ഗോവിന്ദൻകുട്ടി നായര് സഹോദരിയോട് ചോദിച്ചു. അതിന് വിഷു അവധി നാളെയല്ലടോ, വൈകിട്ട് നേരത്തെ എത്താന്ന് പറഞ്ഞിട്ടുണ്ടവൻ, അമ്മൂളക്കുട്ടിയമ്മ പറഞ്ഞു. ഇക്കുറി കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടി പടക്കങ്ങൾ വാങ്ങണമെന്ന് ഞാൻ രവീട്ടിനോട് പറയും, തങ്കലീല അറിയിച്ചു. ജോലി കിട്ടിയിട്ട് ആദ്യം വരുന്ന വിഷുവാ. ആട്ടെ, നിന്റെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മാളക്കുട്ടിയമ്മ തങ്കയോട് തിരക്കി. അതിന് മുഴുവൻ കഴിഞ്ഞില്ലല്ലോ, 2 പേപ്പർ ബാക്കിയുണ്ട്. വൈവായം. ഹൈ, ഫസ്റ്റ് ക്ലാസ് ഉറപ്പാ? ഇങ്ങേയറ്റത്തായാലും ഒരു റാങ്ക് സ്വപ്നത്തിലുണ്ട്. നടക്കുമെന്ന് അറിയില്ല. എണ്ണ വെളിച്ചത്തിൽ പഠിച്ച് പരീക്ഷ എഴുതിയോളല്ലേ.
ഞാൻ പരിഭവത്തില് തങ്ക അച്ഛനെ നോക്കി. ഗോവിന്ദൻകുട്ടി നായർ വെറുതെ ചിരിച്ചു. എണ്ണ വെളിച്ചത്തിൽ പഠിച്ച് റാങ്ക് നേടിയ കുട്ടികളുണ്ടടി, അമ്മാളക്കുട്ടിയമ്മയും പറഞ്ഞു. അപ്പോഴേക്കും കമല എല്ലാവർക്കും ചായ വിളമ്പി. തൊടിയിലെ കൊന്നയിൽ നിന്നും കണി കാണാനുള്ള കൊന്നപ്പൂക്കളും ശേഖരിച്ച് ദിലീപിനും വന്നു. ദിലീപിനെ കണ്ടതും തങ്കലിയിലെ പുച്ഛത്തിലൊന്ന് മുഖം വെട്ടിച്ചു. ചുരിദാർ കുർത്തയിലൊക്കെ കയറിയല്ലോ. ദിലീപൻ ഒരു നമ്പർ ഇട്ടു. പാവങ്ങളാണേ, ജീവിച്ചു പോട്ടെ. തങ്ക അതിന് മറുപടിയും കൊടുത്തു. തങ്കലീലയുടെ പുതിയ വേഷത്തെ കമല പ്രശംസിച്ചു. നിനക്കിത് നന്നായിരിക്കണം കേട്ടോ. എന്തു വിലയായത്? ഓ, തങ്കയുടെ മുഖം കറുത്തു. കോളേജിലേക്ക് പോണ വഴി ഒരു ചെട്ടിയാരുടെ തുണക്കടിയുണ്ടേ, അവിടുന്ന് വാങ്ങിയതാ. അവിടെ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം, വെറും 210 ഉറുപ്പിക. ടൗണിലെ പല ഷോപ്പിലും കയറിയ ഈ വിലയ്ക്ക് ഒരു ഷാള് കിട്ടില്ല. എന്നിട്ട് അച്ഛൻ പറയാ, അണ്ണാൻ ആനയെ പോലെ വായ തുറക്കണ്ടെന്ന്. കേട്ടു നിന്നതല്ലാതെ കമല അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഞാനിതിട്ടോണ്ട് പോകുന്നതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ. തങ്കയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി വിടർന്നു. ജോലി കിട്ടിയതിന്റെ സ്പെഷ്യലായിട്ട് രവീട്ടൻ എനിക്ക് വല്ലതും എടുത്തു തരാൻ വിചാരിക്കുന്നുണ്ട് അച്ഛാ. കൊള്ളാവുന്നൊരു ചുരിദാർ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയ. തങ്ക ചുരിദാർ ഇടുന്ന ഞാൻ അറിഞ്ഞില്ല എന്ന് പിന്നീട് പറയില്ലല്ലോ. അത് കേട്ട് കമലയും ചിരിച്ചു. സന്ധ്യയോടെ രവീന്ദ്രൻ വീട്ടിലെത്തി. കയ്യിലൊരു വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു നേരിയത്, ഗോവിന്ദമ്മാമ്മയ്ക്ക് വില കുറഞ്ഞ ഒരു മുണ്ടും ഒരു റെഡിമെയ്ഡ് ജുബയും, ദിലീപിന് ഒരു ഷർട്ടിങ്, കമലയ്ക്കും തങ്കലീലയ്ക്കും ഓരോ സാരി. തുടക്കത്തില് ഗോവിന്ദമ്മാമ്മയ്ക്കും തങ്കലീലയ്ക്കും തുണിയെടുക്കുന്നതിനെ കുറിച്ച് രവി ചിന്തിച്ചിരുന്നില്ല. എന്നാൽ വിഷുവായിട്ട് മറ്റുള്ളവർക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ തങ്ങളെ ഒഴിവാക്കിയാല് ഗോവിന്ദമ്മാമ്മ അത് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കും. കമലയ്ക്ക് അല്പം മുന്തിയ സാരി തന്നെ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. വർഷങ്ങളായിട്ട് അവൾ കൊണ്ടുവരുന്നൊരു സ്വപ്നം തകർന്ന് തരിപ്പണമാകാൻ പോവുകയല്ലേ. ഒരു പ്രായശ്ചിത്തമായിക്കോട്ടെ. അറവുകാരൻ ഹൈദ്രോസ് കുട്ടിയാണ് രവിക്ക് ഓർമ്മ വന്നത്. അറക്കുന്നതിന് കുറെ മുമ്പ് അയാൾ മാടുകൾക്ക് വയറു നിറയെ തീറ്റി കൊടുക്കത്രേ. അതേ മാനസികാവസ്ഥയോടെയാണ് കമലയ്ക്കും തങ്കലയിലേക്കുള്ള സാരികള് രവി കമലയെ ഏൽപ്പിച്ചത്. ഓ, സാരിയാണോ രണ്ടും? കമലയുടെ പിന്നിൽ നിന്നും തങ്ക ശബ്ദം താഴ്ത്തി പിറുവിറുത്തു. രണ്ടും എടുത്ത് അവൾ തിരിച്ചും മറിച്ചു നോക്കി. മുഖം ചുളുക്കി. ഡിസൈനിന്റെ വ്യത്യാസമുള്ളൂ, രവി പറഞ്ഞു. രണ്ടിനും ഒരേ വിലയാ. എന്തു വിലയായി രവിട്ട? തങ്ക രവിയെ ചുഴിഞ്ഞു നോക്കി. രവി ഒന്ന് പകച്ചു. പിന്നെ പതർച്ചയോടെ പറഞ്ഞു, 350. രണ്ടിനും കൂടിയാണോ? രവി വിളറി. ഓരോന്നിനും. രണ്ടിനും കൂടി 700. പിന്നെ അവിടെ നിൽക്കാതെ തിരിഞ്ഞു നടന്നു രവീന്ദ്രൻ. കമലയൊന്ന് തുറച്ചു നോക്കി തങ്ക. ഈ സാരിക്ക് 350 രൂപയായിന്ന്. ഏടത്തിയെ പറഞ്ഞു പറ്റിക്കാം. തങ്ക എടുത്ത് നടപ്പില്ല. 150 രൂപയില് ഒരു ഉറുപ്പിക കൂടുതലുണ്ടാവില്ല. ഛേ, ഇത്ര ചീപ്പാണല്ലോ രവിട്ടൻ. പഠിപ്പ് ഉദ്യോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? എന്തിനാ ഇങ്ങനെ പിശുക്കുന്നത്? നോക്ക്, 2 സാരി ഏടത്തി എടുത്തോളൂ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഏടത്തിക്ക് ഇത് പറ്റും. രവീട്ടിനെ പിശുക്കുന്നത് ആരെ ആശ്രയിക്കാതെ നാളെ നന്നായി ജീവിക്കാൻ വേണ്ടി കൂടിയല്ലേ മോളെ. കമല തങ്കയെ നോക്കി. പിന്തുണയ്ക്കാൻ ആരെങ്കിലും ഉണ്ടോ രവീട്ടിന്? എല്ലാം സ്വന്തമായി ഉണ്ടാക്കണ്ടേ? നിന്നെ പഠിപ്പിക്കണം, കല്യാണം കഴിച്ചയക്കണം. അച്ഛൻ വിചാരിച്ച പോലെ അത് നടക്കോ? തറവാട് ദിലീപനായിരിക്കും. ആ നിലയ്ക്ക് താമസിക്കാൻ ഒരു വീട് പോലും ഇനി ഉണ്ടാക്കണം. തങ്ക വല്ലാതെയായി. സോറി എടുത്ത്. അവളെ കമലയെ നോക്കി മന്ദഹസിച്ചു. ഞാനൊരു സാരി എടുത്തിരിക്കണു. കമലയ്ക്കും സന്തോഷായി. അത്താഴ സമയത്ത് രവീന്ദ്രൻ ഗ്ലാസ്സിലെ ആവി പറക്കുന്ന ജീരകവെള്ളം ചൂണ്ടി കമലയോട് പറഞ്ഞു, പൊള്ളണ ചൂട് ഒന്ന് ആർച്ചെടുക്ക. കമലയ്ക്ക് നിധി കിട്ടിയ സന്തോഷം. എത്ര നാളായി തന്റെ അടുത്ത് രവീട്ടൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട്. 2 ഗ്ലാസുകൾ ഉപയോഗിച്ച് പരസ്പരം പകർന്ന് ജീരകവെള്ളത്തിന്റെ ചൂട് ആറ്റിച്ചോള്. നിനക്ക് സാരി പിടിച്ചോ? രവി കമലയെ നോക്കി. ഉവ്, നന്നായിരിക്കണം. കമല നാണത്താൽ പുഞ്ചിരിച്ചു. ദിലീപൻ അതിശയത്തില് രവിയെയും കമലയെയും മാറി മാറി നോക്കി. നന്ദന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് കേട്ടുല്ലോ. ഗോവിന്ദൻകുട്ടി നായര് അമ്മാളക്കുട്ടിയമ്മയെ നോക്കി. ആ കുട്ടി പ്രസവിച്ചാവോ? അമ്മാളക്കുട്ടിയമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. അവർ ആ കാര്യം മറന്നുപോയിരുന്നു. വിഷുവിന് ഗോവിന്ദൻകുട്ടി വരുമ്പോ കമലയുടെ കാര്യത്തില് എന്തു മറുപടി പറയേണ്ടി വരും എന്ന ആദ്യം മാത്രമായിരുന്നു അവരുടെ ഉള്ളില്. പെട്ടെന്ന് വിരലുകൾ മടക്കി ഒന്ന് കണക്കൂട്ടിയിട്ട് അവർ രവിയുടെ നേർക്ക് തിരിഞ്ഞു. രാഗി പ്രസവിച്ചോന്ന് അറിയാൻ മോനെ? അന്ന് ഭാഗാധാരം രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോ നന്ദൻ പറഞ്ഞ കണക്കനുസരിച്ച് എപ്പോഴേ പ്രസവിച്ചു കാണണം. അവനൊരു കാർഡ് പോലും ഇട്ടില്ലല്ലോ. അവൻ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അപരാധിയുടെ ഭാവത്തില് രവി തുടർന്ന് ആശുപത്രിയിൽ കാണാൻ പോയതും കുട്ടിക്ക് ഉടുപ്പ് വാങ്ങിക്കൊടുത്തുവെല്ലാം വിശദീകരിച്ചു. അമ്മാളക്കുട്ടിയമ്മയ്ക്ക് വലിയ സങ്കടമായി. എന്നിട്ട് നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു വെച്ചാലും ഞാൻ അവിടം വരെ ഒന്ന് പോകുമായിരുന്നല്ലോ. പോണെന്ന് പറഞ്ഞ അമ്മ ഷാഠ്യം പിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. പേരിടലിനെ അറിയിക്കാന്നാ നന്ദൻ പറഞ്ഞിരിക്കണത്. അപ്പൊ പോയാ പതിയില്ലേ? അതെങ്ങനെയാ? നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലണത് അവനും ഭാര്യയ്ക്കും കുറച്ചിലാവില്ലേ? എന്നാലും ഇതിത്തിരി കട്ടിയായിപ്പോയി. നന്ദൻ ഒരു കുട്ടി പിറക്കാന്ന് വെച്ചാ അമ്മയടുത്തേക്ക് ഒരു പേരക്കുട്ടി ഉണ്ടാവുക.
ആ വിവരം ആദ്യം അറിയിക്കേണ്ടത് ഈ അമ്മയടുത്തല്ലേ. ഗോവിന്ദൻകുട്ടി നായർ സഹോദരി എരികുട്ടി പിന്നെ രവിയെ കുറ്റപ്പെടുത്തി. അവന് പകതിരിവില്ല അച്ഛൻ, നിനക്കെന്തെങ്കിലും വേണ്ടേ? നിനക്കെങ്കിലും വേണ്ടേ അത്? രവി ഊണ് കഴിച്ച് എഴുന്നേറ്റിരുന്നു. കൈ കഴുകി അയാൾ പുറത്തേക്ക് പോയി. കുട്ടി പിറന്നവന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. വിഷയം തിരിച്ചുകൊണ്ട് ഗോവിന്ദൻകുട്ടി നായര് അമ്മാളിക്കുട്ടിയമ്മയോട് ചോദിച്ചു, ഇവന്റെ കാര്യം എന്ത് തീരുമാനിച്ചു? നാളെ പണിക്കരെ വരുത്തിച്ച് മുഹൂർത്തം കുറിപ്പിക്കാൻ പറ്റുമോ, അതോ ഇനിയും നീട്ടിവെക്കാനാണോ പരിപാടി? അമ്മാളിക്കുട്ടിയമ്മയുടെ മുഖം താണു. രവിയുടെ മനോഭാവത്തെക്കുറിച്ച് ഇപ്പോഴും അവർക്കത്ര പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഊണ് കഴിഞ്ഞതും കമലയും തങ്കലിലെയും കണിയൊരുക്കാനുള്ള തിരക്കിലായി. ദിലീപനും അയൽവക്കത്തുള്ള 2 ചങ്ങാതിമാരും ചേർന്ന് മുറ്റത്ത് പടക്കം കത്തിക്കാനുള്ള പുറപ്പാടിലായിരുന്നു. കോണി കയറി അമ്മാളിക്കുട്ടിയമ്മ രവിയുടെ കിടക്കറയിലെത്തി. രവി കിടന്നു കഴിഞ്ഞിരുന്നു. പക്ഷെ വിളക്ക് അണച്ചിരുന്നില്ല. അമ്മയെ കണ്ടതും അയാളെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. നാളെ പണിക്കരെ വരുത്തി മുഹൂർത്തം നോക്കിക്കണ്ടെന്ന് ഗോവിന്ദൻ ചോദിക്കണം. ഇനി അവധി മാറ്റി പറയണച്ചാ കേൾക്കാൻ ഞാനുണ്ടാവില്ല കേട്ടോ. മറ്റെന്തേലും ആണ് നിന്റെ ഉള്ളിൽ അത് നടത്തും മുമ്പേ അമ്മയുടെ പിണ്ടം വെക്കേണ്ടി വരും, സംശയമില്ല. ഒറ്റ ശ്വാസത്തിലായിരുന്നു അമ്മാളിക്കുട്ടിയമ്മയുടെ സംസാരം. പറഞ്ഞു വന്നപ്പോ ആ കണ്ടയിടറുകയും കണ്ണുകൾ നിറയുകയും ചെയ്തു. അമ്മയുടെ ചുമലിൽ കൈവച്ചു രവീന്ദ്രൻ. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ മുടക്കോന്ന് പറഞ്ഞില്ലല്ലോ. നാളെ വെച്ചാ നാളെ, ദിവസം നിശ്ചയിച്ചോളൂ. അമ്മയേക്കാൾ വലുതായിട്ട് എനിക്കൊന്നുമില്ല. നന്ദനല്ല ഞാൻ, അറിയാലോ. അമ്മാളിക്കുട്ടിയമ്മയുടെ മിഴികൾ വിടർന്നു. പീരികളിൽ തടഞ്ഞു നിന്നിരുന്ന തുള്ളികൾ കവളിലേക്ക് ഒഴുകി. ഹൃദയം നിറഞ്ഞതിന്റെ വിമ്മിട്ടത്തില് അവർക്ക് ശബ്ദിക്കാൻ പ്രയാസമുണ്ടായി. എങ്കിലും നിന്റെ നാവ് കൊണ്ട് തന്നെ ഈ വിവരം ഗോവിന്ദേട്ടനോടൊന്ന് പറയാ. അവനൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. ഞാൻ പറഞ്ഞാലൊന്നും അവന് വിശ്വാസാവില്ല. എനിക്ക് വിശ്വാസമായി അമ്മയെടുത്തി. വാതുക്കൽ നിന്നും ഗോവിന്ദൻകുട്ടി നായര് ഇടറുന്ന സ്വരത്തില് അറിയിച്ചു. സത്യത്തിൽ ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. രവീന്ദ്രനും അമ്മാളിക്കുട്ടിയമ്മയും അത്ഭുതത്തിൽ വാതുക്കലേക്ക് നോക്കി. അമ്മയും മകനും കൂടി എന്തോ സ്വകാര്യം പറയണമെന്നറിയാൻ പിന്നാലെ പതുങ്ങി വന്നതായിരുന്നു ഗോവിന്ദൻകുട്ടി നായര്. നാളെ രാവിലെ തന്നെ ഞാൻ പോയി ശ്രീധര പണിക്കരെ കൂട്ടിക്കൊണ്ടുവരും. അയാളെ സഹോദരിയെ നോക്കി. അവരിരുവരും പുറത്തേക്ക് നടന്നു. താഴെ കണിയൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അറവാതിക്കൽ കൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അതിനു മുന്നിലെ ഓട്ടുരുളിയിൽ കണിവെള്ളിരിക്കയും മറ്റും കായ്ഫലങ്ങളും നിരത്തി കൊന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പീഠത്തിലെ മറ്റും കുങ്കുമച്ചപ്പും മഷിയളുക്കവും വാൽക്കണ്ണാടിയും. 5 തിരിയിട്ട നിലവിളക്ക് പുലർച്ചെ കണി കാണുന്നതിന് തൊട്ടു മുമ്പേ കത്തിക്കൂ. കണിയൊരുക്കി കഴിഞ്ഞ കുട്ടി, അമ്മാളിക്കുട്ടിയമ്മ കമലയോട് അന്വേഷിച്ചു. ഉവ്വമ്മായി, കമല പറഞ്ഞു. എങ്കിൽ നീയും തങ്കയും കിടന്നോളൂ, വെളുപ്പിനെ ഉണരേണ്ടതല്ലേ. കുപ്പളങ്ങാട്ടെത്തിയാൽ തങ്കലിയിലെ കമലയോടൊപ്പം ഒരു പായിലാണ് ഉറക്കം. അമ്മായി കിടക്കുന്ന കട്ടിലിനരികിലായിട്ട് നിലത്ത് പായ വിരിക്കും. മേലെ കേസരി. ദിവസേന തിരുമ്പുന്നത് കൊണ്ടാവും ആ കേസരിക്കും വിരിപ്പിനുമൊക്കം സദാ അലക്കിയതിന്റെ സുഗന്ധമാണ്. ഒടുവില് രവീട്ടൻ സമ്മതിച്ചിട്ടോ. ഏടത്തിയോട് പറ്റിക്കിടന്ന് കണ്ട് ആ കാതിൽ അടക്കം പറഞ്ഞു തങ്ക. 2 മാസത്തിനുള്ള കല്യാണം നടത്തൂത്രേ, അച്ഛൻ പറഞ്ഞു. കമലയുടെ ശ്വാസം നിലച്ചു. ജാലകത്തിലൂടെ വരുന്ന നിലാവട്ടത്തിൽ കണ്ണുകൾ വിടർത്തി അവൾ അനിയത്തി നോക്കി. സത്യം, തങ്ക തുടർന്നു. പിശുക്കനാച്ചാലും നേരുള്ളവനാ രവീട്ടൻ. പെട്ടെന്ന് കമല തിരിഞ്ഞ് അനിയത്തിയെ കെട്ടിപ്പിടിച്ചു. തങ്ക ഏടത്തിയെയും. അധ്യായം 12. ബ്രഹ്മമുഹൂർത്തം. കമലയുടെ തലക്കൽ വെച്ചിരുന്ന അലാറം ടൈം പീസ് ഒരു മുഴുവൻ വട്ടവും ശബ്ദിച്ചു. എന്നിട്ടും അവൾ ഉണർന്നില്ല. അമ്മാളക്കുട്ടിയമ്മയ്ക്ക് അമ്പരപ്പായി. മോളെ കമല, അവര് വിളിച്ചു. അതോടെ കമല ഞെട്ടിയുണർന്നു. പായിൽ എഴുന്നേറ്റിരുന്ന് കണ്ണു തിരുമ്മി. ഇത്ര ഗാഠമായി അവൾ അടുത്ത കാലത്തൊന്നും ഉറങ്ങിയിട്ടില്ല. മനോവിചാരം കാരണം ഉറങ്ങുന്നത് അപൂർവമാണ്. എപ്പോഴെങ്കിലും ഒന്ന് മയങ്ങിയെങ്കിലായി. കഴിഞ്ഞ രാത്രി അതിന്റെ പലിശ തീർത്തു. രവീട്ടൻ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു. നാളെ മുഹൂർത്തം കുറിക്കാൻ പോകുന്നു. ആ കാലിൽ കെട്ടിപ്പിടിച്ച് കരയണമെന്ന് തോന്നിയിരുന്നു കമലയ്ക്ക്. ഇനി അതിന് സന്ദർഭങ്ങൾ വേണ്ടോളം ഉണ്ടല്ലോ. കണ്ണു തുറക്കല്ലേ കുട്ടി, അമ്മാളിക്കുട്ടിയമ്മ ഓർമ്മപ്പെടുത്തി. തപ്പിച്ചെന്ന് നിലവിളക്ക് കത്തിച്ചിട്ട് ഭഗവാന്റെയും കണിയുടെയും നേർക്കെ കണ്ണു തുറക്കാവൂ. കമലയ്ക്ക് അറിവുള്ള കാര്യമാണ്. തറവാട്ടിൽ വന്ന് അധികം കഴിയും മുമ്പേ കുടുംബിനിയുടെ പൂർണ്ണ ചുമതല അവൾ ഏറ്റെടുത്തു. ആദ്യം കണി കാണുന്നതും അവളാണ്. തപ്പിത്തടഞ്ഞെഴുന്നേറ്റ് ചുവരിൽ പിടിച്ചു നടന്ന് ഒന്നും തട്ടിമറിക്കാതെ തന്നെ കമല അറവാതിക്കലെത്തും. ഏതിരുട്ടിലും തറവാടിന്റെ സകല മുക്കും മൂലയും അവൾക്കറിയാം. കണിവെച്ചതിന് മുന്നിലെത്തി നമസ്കരിച്ചതിന് ശേഷം പീഠത്തിൽ നിന്നും തീപ്പെട്ടി തപ്പിയെടുത്ത് ഉരച്ചു കത്തിച്ചു കമല. നിലവിളക്കിന്റെ തിരികളില് ദീപം പകർന്നു. അതിനുശേഷമാണ് അവളെ മിഴികൾ തുറന്നത്. കണ്ണാ കാത്തോളനെ, എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം തരണേ. കൂപ്പുകൈകളോടെ കമല പ്രാർത്ഥിച്ചു.
പിന്നെ ചെന്ന് അമ്മാളക്കുട്ടിയമ്മയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു കണി കാണിച്ചു. തുടർന്ന് ഗോവിന്ദൻകുട്ടി നായരെയും തങ്കലീലയും കൂട്ടിക്കൊണ്ടുവന്നു. ദിലീപിനെ കണി കാണിക്കുന്നതും കമലയാണ്. രവിയെയും നന്ദനെയും അമ്മ തന്നെ ചെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് പതിവ്. കൈപിടിക്കാൻ നന്ദൻ സമ്മതിക്കില്ല. അവൻ താനെ നടന്നു വരും. ഇക്കുറി അവൻ കണി കാണുമെന്ന് അമ്മാളുക്കുട്ടിയമ്മ വേദനയോടെ ഓർത്തു. ഞാൻ പോയി രവിയെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റു. അമ്മയടുത്തേ അവിടെ ഇരിക്ക, ഗോവിന്ദൻകുട്ടി നായർ അവരോട് കൽപ്പിച്ചു. ഉറക്കപ്പിച്ചോടെ പോയി കോണി കയറി വീഴണ്ട. കമലയോട് ചെന്ന് കുട്ടിക്കൊണ്ടുവരൂ. ഇനിയിപ്പോ അവളുടെ കടമയല്ലേ അത്. കമലയുടെ മുഖം നാണത്താൽ തുടുത്തു. തങ്കം കുസൃതിയിലെ ഏടത്തിയൊന്ന് നോക്കി. ചെല്ല്, ഇനിയിപ്പോ കണ്ണു തുറന്ന് ഏടത്തിയെ കണി കണ്ടാലും തെറ്റൊന്നുമില്ല, അവള് കമലയുടെ കാതിൽ പറഞ്ഞു. കമല മെല്ലെ തിരിഞ്ഞു നടന്നു. രവിയുടെ കിടക്കറയുടെ വാതിക്കലെത്തി അവള് തട്ടി വിളിച്ചു. രവിട്ടാ, കണി കാണാൻ വരൂ. കണ്ണു തുറക്കാതെ എണീറ്റ് വരണേ. 2-3 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു. കണ്ണുകൾ പൂട്ടി രവി മുന്നില്. നടന്നോളൂ, ഞാൻ പിന്നിൽ വരാം, അയാൾ പറഞ്ഞു. എങ്കിലും കോണി ഇറങ്ങുമ്പോൾ കമല ആ കൈ പിടിച്ചു. ആ സ്പർശനം അവളിലൊരു കോരിത്തിരിപ്പുണർത്തി. താൻ രവിയേട്ടന്റെ പെണ്ണായിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. രവിയുടെ നിശ്വാസവായു 1-2 തവണ കമലയുടെ നെറ്റിയിൽ പതിഞ്ഞു. താഴെ എത്തിയതും അവൾ കൈവിട്ടു. ചുമരിൽ പിടിച്ചാണ് രവി അറവാതുക്കലെത്തിയത്. ഗോവിന്ദൻകുട്ടി നായർ അയാളെ പിടിച്ചിരുത്തി കണി കാണിച്ചു. അപ്പോഴേക്കും മുറ്റത്തു നിന്നും ദിലീപിന്റെ വക പടക്കങ്ങളുടെ ഒച്ച കേട്ടു തുടങ്ങി. ഗോവിന്ദൻകുട്ടി നായരും രവീന്ദ്രനും ഉമ്മറത്തേക്ക് നടന്നു. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരം പുലരുവാൻ എത്ര നാഴികയുണ്ടായാലും ശരി, ഉറങ്ങാൻ പാടില്ലെന്നാണ് ചട്ടം. കമലയും തങ്കലീലയും കൂടി കണിക്കു മുന്നിലിരുന്നു കൃഷ്ണസ്തുതികൾ പാടി. പടക്കത്തിന്റെ പരിപാടി കഴിഞ്ഞതും ദിലീപനും രവിയും ഗോവിന്ദൻകുട്ടി നായരും തിരിച്ചെത്തി. പിന്നെ വിഷുക്കൈ നീട്ടം എന്ന ചടങ്ങ് ആരംഭിച്ചു. അമ്മാളക്കുട്ടിയമ്മ മക്കൾക്കും മരുമക്കൾക്കും ഏക സഹോദരനും വിഷുക്കൈ നീട്ടം കൊടുത്തു. രവി ദിലീപിനും തങ്കയ്ക്കും ഓരോ നാണയങ്ങൾ നൽകി. രവി കാണാതെ മുഖം ചുളിച്ചുകൊണ്ട് തങ്ക കമലയുടെ കാതിൽ പറഞ്ഞു. ജോലി കിട്ടിയിട്ടും പഴയ അതേ റേറ്റ്. ഈ രവിയിട്ടും നന്നാവില്ലേട്ടോ. കമല ശബ്ദമില്ലാതെ ചിരിച്ചു. ഒന്ന് കണ്ണടയ്ക്കാനുള്ള നേരമുണ്ട്, അമ്മായി അറിയണ്ട എന്ന് പറഞ്ഞ് തങ്ക നടുവകത്തേക്ക് കയറിയപ്പോ ചൂലെടുത്ത് കമല മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റമടിച്ചു കഴിഞ്ഞ് അല്പം എണ്ണ എടുത്ത് തലയിൽ പൊത്തി അവള് കുളത്തിലേക്ക് നടന്നു. കുളിച്ച് ഈറം മാറ്റി വന്നു കമല അടുക്കളയിൽ കടന്ന് അടുപ്പിൽ തീ പിടിപ്പിച്ചു. ചായക്കലത്തിൽ വെള്ളം പകർന്ന് അത് അടുപ്പിലേക്ക് വെച്ചു. ക്ഷേത്രത്തിൽ നിന്ന് മൈക്കിൽ പ്രഭാത കീർത്തനം കേൾക്കുന്നുണ്ടായിരുന്നു. കമല കപ്പുകളിൽ ചായ പകർന്നു. നേരം പുലരുന്നതേയുള്ളു. എല്ലാവർക്കും ചായ എത്തിച്ച ശേഷം കമല തങ്കയെ തട്ടിയുണർത്തി. എഴുന്നേറ്റ് പോയി കുളിക്ക് പെണ്ണെ, വല്ലപ്പോഴും അല്ലേ ഇങ്ങോട്ട് വരണുള്ളൂ. അമ്മായി കൊണ്ട് വെറുതെ അതും ഇതും പറയിക്കണ്ട. ഒന്നും പറയിക്കണില്ല, ഒരു ചായക്കപ്പ് തന്നാ മതി. എഴുന്നേറ്റ് ചിക്ക് പുക്കുവെന്ന് കാര്യങ്ങൾ നിൽക്കാം. അയ്യ, കമല നാക്കടിച്ചു. പല്ല് തേക്കാതെയും കുളിക്കാതെയും ചായ കിട്ടും കുറെ. അപ്പൊ മറ്റുള്ളവർക്ക് കൊടുത്തതോ? തങ്കലീല ചോദിച്ചു. പെണ്ണുങ്ങൾക്ക് മാത്രം ഇതിനൊന്നും അവകാശമില്ലെന്നാണോ? നോക്കിക്കോ, ഈ പ്രമാണം വെച്ചുകൊണ്ടിരുന്ന ഏടത്തിയുടെ ഗതി അധോഗതിയാ. എഴുന്നേറ്റ് കണ്ണും തിരുമ്മി അവള് പുറത്തേക്ക് നടന്നു. കമലയ്ക്ക് സഹതാപം തോന്നി. തങ്കയ്ക്ക് അവളൊരു കപ്പ് ചായ കൊടുത്തു. തങ്കയുടെ പല്ലുതേപ്പും കുളിയൊക്കെ കുളത്തിലാണ്. വിഷു ആയതുകൊണ്ട് കുളത്തിലെ അയൽവക്കത്തെ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അമ്പലക്കുളത്തിൽ നിൽക്കാൻ സ്ഥലമില്ലല്ലോ. വടക്കേ വീട്ടിലെ രാജമ്മ പറഞ്ഞു. പിന്നെ എങ്ങനെയാ തിരുമ്പലും കുളിയൊക്കെ നടക്കുക? കമലയുടെ കല്യാണം നിശ്ചയിക്കാൻ പോണെന്ന് കേട്ടു. നേരാണോ തങ്കേ? പാടത്തിനക്കരെ താമസിക്കുന്ന ദേവൂട്ടി ചോദിച്ചു. ദേവൂട്ടിയും കുട്ടികളെ കുളിപ്പിക്കായിരുന്നു. നേരാ, തങ്ക അഭിമാനത്തോടെ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ കല്യാണം ഉണ്ടാവും. എന്റെ ഈശ്വര! ദേവൂട്ടിയുടെ വയസ്സായ അമ്മ കാളിത്തള്ള മുകളിലേക്ക് നോക്കി കൈകൂപ്പി. ആ കുട്ടിക്ക് നല്ലത് വരണേ. കുറച്ചൊന്നല്ല അത് ഈ കുടുംബത്തിൽ കിടന്ന് കഷ്ടപ്പെടണത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണാൻ കിട്ടില്ല. തങ്കലിയിലെ കുളത്തിലിറങ്ങി തുണികൾ നനച്ച് തിരുമ്പാൻ തുടങ്ങി. തങ്കയ്ക്ക് വേണച്ച ഏടത്തിയുടെ ഒപ്പം ഇവിടെ കൂടാലോ. തങ്കയെ നോക്കി രാജമ്മ ഒരു കളി പറഞ്ഞു. ഒരനിയൻ കൂടി ഉണ്ടല്ലോ ഇവിടെ. അത് ശരിയാ, ദേവൂട്ടി പിന്താങ്ങി. തങ്ക മുഖമുയർത്തി പെണ്ണുങ്ങളെ രണ്ടുപേരെയും നോക്കി. പിന്നെ എടുത്തടിച്ച പോലെ പറഞ്ഞു. എന്റെ പട്ടിക്ക് കൂടി വേണ്ട, 2 അക്ഷരം പഠിച്ചിട്ടില്ലാത്ത ആ കോന്തനെ. മൂക്കിൽ വിരചെടുത്ത് പെണ്ണുങ്ങൾ രണ്ടുപേരും പരസ്പരം നോക്കി. പിന്നീട് അവർ ഒരക്ഷരവും ശബ്ദിച്ചില്ല. തിടുക്കത്തിൽ തിരുമ്പലും കുളിയും കഴിഞ്ഞ് തങ്ക കുളത്തിൽ നിന്നും കയറിപ്പോഞ്ഞു. കുപ്പളങ്ങാട്ട് സന്തോഷത്തിന്റെ ദിനമായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാതല്. കമലയും തങ്കലീലയും വിളമ്പി. അമ്മാളുക്കുട്ടിയമ്മ ഇടയ്ക്കിടയ്ക്ക് രവിയുടെ മുഖം ശ്രദ്ധിച്ചു. ഉള്ളില് അനിഷ്ടം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണോ അവനെ കല്യാണത്തിന് തീരുമാനിക്കാൻ സമ്മതം മൂളിയിരിക്കുന്നത്? ഇല്ല, വിഷമത്തിന്റെ ഒരു നിഴൽ പോലും രവിയുടെ മുഖത്തില്ല. എല്ലാവരും കൂടി അവനെ വെറുതെ സംശയിച്ചിരിക്കുകയായിരുന്നു. തീയതി നിശ്ചയിച്ചാലുടൻ എനിക്ക് നന്ദന്റെ അടുത്തുനിന്ന് പോണം, അമ്മാളുക്കുട്ടിയമ്മ പറഞ്ഞു. കുഞ്ഞിനെ കാണാൻ മാത്രമല്ല, കല്യാണത്തിന് നന്ദനും രാഗി നിർബന്ധമായും സഹകരിക്കണമെന്ന് പറയാൻ കൂടിയാ. ഞാൻ വേണച്ചാ അവളുടെ കാല് പിടിക്കാം. നന്ദനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ആയിക്കോട്ടെ,
ഗോവിന്ദൻകുട്ടി നായർ തലകുലുക്കി. കാല് പിടിച്ചാലെങ്കിലും അവർ വരുമെന്ന് വെച്ചാ അത് നല്ലത് തന്നെയാ. രവി പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. ദിലീപനും നിശബ്ദനായിരുന്നു. രവീട്ടിനോട് അവന് നന്ദിയുണ്ടായിരുന്നു. കമലപ്പൂവിനെ വേണ്ടെന്ന് വെച്ചില്ലല്ലോ. അവസാന സമയത്ത് ശരിക്കും ഭയന്നു. എന്നാലും രവീട്ടൻ മഹാമനസ്കത കാട്ടി. പ്രാതൽ കഴിഞ്ഞതും ഗോവിന്ദൻകുട്ടി നായർ ഇരിക്കാൻ കൂട്ടാക്കാതെ ജോത്സ്യനെ കൂട്ടിക്കൊണ്ടുവരാൻ പുറപ്പെട്ടു. പഴയ പോലെ അയാൾ നടന്നൊന്നും വരില്ല മാമേ, പിന്നിൽ നിന്നും രവി പറഞ്ഞു. പുറത്തുനിന്നുള്ള ഒരു കാറിൽ അയാളെ കൂട്ടിക്കൊണ്ടു പോണതേ. കവലയിൽ നിന്നും അമ്മാമ്മ ഓട്ടോറിക്ഷ പിടിച്ചോളൂ. ഇതാ രൂപ. 100-ന്റെ ഒരു നോട്ട് അമ്മാമ്മയുടെ നേർക്ക് നീട്ടി രവീന്ദ്രൻ. ഗോവിന്ദൻകുട്ടി നായർക്ക് സന്തോഷായി. തുടക്കത്തിലെ തടസ്സങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും കല്യാണക്കാര്യത്തിൽ രവിക്ക് ഉത്സാഹമുണ്ട്. വിചാരിച്ചതുപോലെയല്ല, തന്റെ മകളോട് അവന് സ്നേഹമുണ്ട്. ഇത്രയും കുറച്ചു ദൂരത്തേക്ക് 100 ഉറുപ്പികന്റെ ആവശ്യം വരുമോ? ഗോവിന്ദൻകുട്ടി നായർ ചോദിച്ചു. ബാക്കി അമ്മാമ്മയുടെ കയ്യിലിരുന്നോട്ടെ. രവി പുഞ്ചിരിച്ചു. രൂപ വാങ്ങി ഗോവിന്ദൻകുട്ടി നായർ തിരിഞ്ഞു നടന്നു. ഓട്ടോറിക്ഷയിൽ ജോത്സ്യൻ ശ്രീധർ പണിക്കർ എത്തി. പൂമുഖത്ത് അയാൾക്കായി പുല്ലുപായ കൊണ്ടുവന്ന് വിരിച്ചു. മുന്നില് രാശിപ്പലക വെച്ചു. ചമ്രം പടിഞ്ഞിരുന്ന ശേഷം പണിക്കർ ആവശ്യപ്പെട്ടു. എനിക്ക് ആ കുട്ടിയൊന്ന് കാണണം. കണ്ടിട്ടില്ലെന്നല്ല, ഒരു നോക്കുകൂടി. കമല അകവാതിക്കലെത്തി. നേരിയതിന് പകരം രവി വിഷുവിന് വാങ്ങിയ സാരിയാണ് അവൾ ഉടുത്തിരുന്നത്. നന്നായി ഞൊറിയിട്ട് പുത്തൻ ശൈലിയിൽ ഉടുപ്പിച്ചതും തങ്കലയിലായിരുന്നു. വില കുറഞ്ഞതെങ്കിലും ആ വേഷത്തിൽ കമല ഒരു അപൂർവ സുന്ദരിയായി കാണപ്പെട്ടു. പിന്നീട്ട മുടിയിൽ ഭംഗിയായി മുല്ലമാല കോർത്തിട്ടിരിക്കുന്നു. ലക്ഷ്മി തന്നെ, പണിക്കര് പറഞ്ഞു. ആ കൈത്തലം ഒന്ന് വിടർത്തി കാണിക്കൂ. കമല കൈത്തലം പണിക്കർക്ക് കാട്ടിക്കൊടുത്തു. ശങ്കടയാളമുള്ള കയ്യ, പണിക്കര് തുടർന്നു. എണ്ണ തീർന്നാലും ഈ കുട്ടി ഇരിക്കുന്ന വീട്ടില് വിളക്ക് അണയില്ലേട്ടോ. അയാളെ നനഞ്ഞ മിഴികളോടെ രവീന്ദ്രനെ നോക്കി. ഈ കളി വേണോ എന്ന ചോദ്യമുണ്ടായിരുന്നു ആ നോട്ടത്തില്. രവീന്ദ്രന് ഈർഷ്യം വന്നു. പണിക്കരുടെ വർത്താനം കേട്ട കമലയ്ക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. എന്നാൽ രവി ഒഴിച്ച ആർക്കും ആ സംസാരത്തില് അസുഖമൊന്നും ഉളവായതുമില്ല. രവിയിലെ ഭാവമാറ്റം കണ്ടതും പണിക്കര് ആ മുഖത്തു നിന്നും നോട്ടം എടുത്തു. 2 ജാതകങ്ങൾ ഇങ്ങോട്ട് തന്നോളൂ, അയാൾ പറഞ്ഞു. രവിയുടെ ജാതകം അമ്മയുടെ കാൽപ്പെട്ടിയിലായിരുന്നു. കമലയുടേത് ഗോവിന്ദൻകുട്ടി നായരുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്നു. രണ്ടും പണിക്കരുടെ മുന്നിലെ പലകയിൽ വെച്ചിട്ട് ഒതുങ്ങി നിന്നു അമ്മാളുക്കുട്ടിയമ്മ. രണ്ടും പണിക്കര് തന്നെ എഴുതിയതാ, ഗോവിന്ദൻകുട്ടി നായരെ അറിയിച്ചു. ഞങ്ങൾക്കിവിടെ വേറെ ജോത്സ്യനില്ലാഞ്ഞില്ല. നിങ്ങളെ പറയണത്ര വിശ്വാസം മറ്റാരിലും ഇല്ലാത്തോണ്ടാ. പണിക്കരില് ഒരു വിറയലുണ്ടായി. ഒളികണ്ണാളയാള് രവീന്ദ്രനെ നോക്കി. രവീന്ദ്രൻ മുഖം കുനിച്ചു നിൽക്കായിരുന്നു. എത്ര പേരുടെ ജാതകം എഴുതിയതാ ഈ കൈകൊണ്ട്? പ്രായശ്യായല്ലേ. എഴുതിയ ജാതകം ഉടമസ്ഥനെ ഏൽപ്പിക്കുന്നതോടൊപ്പം അതിന്റെ ഉള്ളടക്കം മറന്നിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും തുറന്നു നോക്കുമ്പോഴാ എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കണേന്ന് അറിയൂ. ദോഷമുള്ള സമയത്തൊന്നും ഈ തറവാട്ടില് കുട്ടികളെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കണില്ല. ഏതായാലും വിസ്തരിച്ചെന്നെ നോക്കാം. പിന്നെ ഗോവിന്ദൻകുട്ടി നായർ നോക്കി. മറ്റാരെങ്കിലും ജാതകങ്ങൾ കാണിച്ചിരുന്നോ? ഇല്ലെന്ന് പണിക്കർക്ക് അറിയാലോ. അമ്മാളുക്കുട്ടിയമ്മയാണ് മറുപടി പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പതിവില്ലേ. എന്താവശ്യമുണ്ടായാലും പണിക്കരെ വിളിക്കും. മറ്റാരെയും തേടാറില്ല, തേടുകയില്ല. പണിക്കര് ജാതകങ്ങൾ വിശദമായി പരിശോധിച്ചു. കവടി വാരി വെച്ച് എന്തൊക്കെയോ കണക്കുകൾ കൂട്ടി, എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ടു. ഉത്കണ്ഠയിൽ പുകഞ്ഞു നിൽക്കുകയായിരുന്നു രവി. ചുറ്റും കണ്ണാടിക്കും അങ്ങിങ്ങ് നടക്കും. കള്ളത്തരം പുളിയോ? പണിക്കരുടെ മുഖചലനങ്ങൾ കണ്ടപ്പോ അമ്മാളുക്കുട്ടിയമ്മയ്ക്കും പരിഭ്രമം ഉണ്ടായി. ഗോവിന്ദൻകുട്ടി നായരും ദിലീപിനും കൗതുകത്തിൽ നോക്കിയിരുന്നതേ ഉള്ളൂ. എന്താ പണിക്കരെ, അടുത്തൊന്ന് മുഹൂർത്തമല്ലേ? ക്ഷമകെട്ട് അമ്മാളുക്കുട്ടിയമ്മ അന്വേഷിച്ചു. ഒരു നിമിഷം നിശ്ചലമായിരുന്നിട്ട് പണിക്കരെ എല്ലാവരെയും ഒന്ന് ഒഴിഞ്ഞു നോക്കി. മുഹൂർത്തം കണ്ടുപിടിക്കും മുമ്പ് ഈ ജാതകങ്ങൾ തമ്മിൽ ചേരുമോ എന്ന് ആലോചിക്കേണ്ടത്. പുരുഷ ജാതകം ശുദ്ധമാണ്, പക്ഷേ സ്ത്രീക്ക് വൈദവ്യ യോഗമുണ്ട്. ഗോവിന്ദൻകുട്ടി നായർ ഞെട്ടിപ്പോയി. അയാള് രവീന്ദ്രനെ നോക്കി, പിന്നെ അമ്മാളുക്കുട്ടിയമ്മയും. ഒടുവിൽ പണിക്കരിൽ നോട്ടം ഉറപ്പിച്ചു. അതിന് പരിഹാരമില്ലേ? മറുപടി പറയാൻ പണിക്കര് മടിച്ചു. മുഖം കുനിച്ചു. കണ്ണുമിഴിച്ചിരിക്കുകയായിരുന്നു അമ്മാളുക്കുട്ടിയമ്മ. ദിലീപിന്റെ മുഖത്ത് പുച്ഛമായിരുന്നു. അകവാദിക്കലായിരുന്ന കമലയും തങ്കലയിലെയും. കമലയെ പിടിച്ച് പിന്നോട്ട് നിർത്തിയിട്ട് തങ്ക മുന്നിൽ കടന്നു നിന്നു. പണിക്കരുടെ മറുപടി നിരാശാജനകമാണെങ്കിൽ കമല അത് കേൾക്കരുതെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പണിക്കരെന്തൊന്നും മിണ്ടാത്തത്? ഗോവിന്ദൻകുട്ടി നായരുടെ തൊണ്ടയിടറി. കണ്ണുകൾ നിറഞ്ഞു. വൈദവ്യ യോഗം എന്ന് വെച്ചാ ഭർത്തുനാശം എന്നാണേ. മുഖമുയർത്താതെയാണ് പണിക്കര് പറഞ്ഞത്. നാശം എന്ന് വെച്ചാ മരണം തന്നെ ആവാനും. പുരുഷജാതകത്തില് അതിനുള്ള പരിഹാരം കാണുന്നില്ല. പെൺകുട്ടിക്കാണെങ്കിൽ പുനർവിവാഹ യോഗം കാണുന്നുണ്ട്. എന്നാലും ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്നത് അന്യനെ അല്ലല്ലോ, അതല്ലേ പ്രശ്നം. പെട്ടെന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് കമല തങ്കയുടെ ചുമലിലേക്ക് വീണു. വേണ്ട, നിക്ക് കല്യാണം വേണ്ട. രവീട്ടിനൊരു ആപത്തും വരാതിരുന്നാ മതി.
രവീട്ടിനൊരാപത്തും വരാതിരുന്നാ മതി. അധ്യായം 13. എല്ലാ കണ്ണുകളും കമലയിലായി. കരയാതെ അടുത്തി തങ്ക കമലയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മാളക്കുട്ടിയമ്മ എഴുന്നേറ്റ് വന്ന് കമലയെ ചേർത്ത് പിടിച്ചു. അവളുടെ മുഖം സ്വന്തം നെഞ്ചിലേക്ക് ചായച്ചു വെച്ചു. എന്റെ മോള് കരയരുത്. പരിഹാരമൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും എന്തായാലും ഒരു പരിഹാരമില്ലാത്ത ഒരു കാര്യമുണ്ട് കുട്ടി. നീ സമാധാനപ്പെട്. രവിക്ക് വേണ്ടി ജീവിച്ചോളാം നീ. ദൈവത്തിന് അതറിയാതെ വരുമോ? കമലയുടെ കരച്ചിൽ താണ കിതപ്പായി മാറി. ജാതവും മുഹൂർത്തവും ഒന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു, ദിലീപൻ പറഞ്ഞു. എല്ലാവരും ചേർന്ന് എന്നോ നിശ്ചയിച്ചുറപ്പിച്ചൊരു കാര്യ. പാതി വഴി ചെന്നിട്ട് ശകുനത്തിന്റെ ഗുണവും ദോഷവും ചിന്തിക്കുന്ന പോലെ ഏത് സൗകര്യമുള്ള ഒരു ദിവസം കണ്ടുപിടിച്ച് കല്യാണം അങ്ങോട്ട് നടത്താം. അതാ വേണ്ടത്. അതിന് ധൈര്യം കാട്ടേണ്ടത് രവീട്ടനാ. അവൻ രവീന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. മുഖം തിരിച്ചു നിൽക്കുകയാണ് രവീന്ദ്രൻ. വേണ്ട, കമല വിളിച്ചു പറഞ്ഞു. പരീക്ഷണത്തിനൊന്നും ഞാനില്ല. കമലപ്പൂ ഇതിൽ തലയിടണ്ട, ദിലീപൻ ശാസിച്ചു. ജാതകപ്പൊരുത്തത്തില് ഒരു കഥയില്ല. എപ്പോഴേ മനപ്പൊരുത്താ വേണ്ടത്. നിങ്ങൾ തമ്മിൽ അതുണ്ടല്ലോ. പിന്നെ പണിക്കരെ നോക്കി പുച്ഛത്തിൽ ചിറികോട്ടി. ലോകത്തിന്റെ ഒരു കളങ്കം അറിയാത്ത നന്മ നിറഞ്ഞൊരു പെണ്ണിന്റെ ജാതകത്തിലും പാവം. കേൾക്കണ്ട എനിക്ക്. വെട്ടിത്തിരിഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. സർവം നഷ്ടപ്പെട്ടവനെ പോലെ താടിക്ക് കൈതാങ്ങി നിശ്ചലം ഇരിക്കുകയാണ് ഗോവിന്ദൻകുട്ടി നായര്. കമലയെ നീ അകത്തേക്ക് കൊണ്ടുപോ തങ്കെ, അമ്മാളുക്കുട്ടിയമ്മ തങ്കലീലയോട് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് പണിക്കരോടുകൂടി ഒന്ന് രാശി വെപ്പിച്ച് നോക്കിക്കാൻ ഞാൻ. കമലയും കൊണ്ട് തങ്കലീല അകത്തേക്ക് പോയതും അമ്മാളുക്കുട്ടിയമ്മ വീണ്ടും പണിക്കരുടെ മുന്നിലെത്തി. പണിക്കര് ഒന്നുകൂടി രാശി വെച്ച് നോക്ക. എന്തേലും പരിഹാര കർമ്മങ്ങൾ ചെയ്താല് ഇവർ തമ്മിലുള്ള കല്യാണം നടത്താമോന്ന് പണിക്കര് വിഷമത്തില് രവീന്ദ്രനെ നോക്കി. പിന്നെ അമ്മാളുക്കുട്ടിയമ്മയോട് പറഞ്ഞു. ഇനിയിപ്പം രാശി വെക്കണില്ല. രാശി വെക്കുമ്പോൾ ഇത് തന്നെയാണ് വെച്ചാൽ ഫലം വെച്ചാൽ പ്രയോസാവും. ഒരു കാര്യം ചെയ്യാം. എല്ലാ മുഖങ്ങളിലൂടെയും കണ്ണോടിച്ചു പണിക്കര്. രവിസാറ് ജോലി ചെയ്യുന്ന ടൗണില് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പിന്നിലായിട്ട് ഒരു പേരുകെട്ട ജോത്സ്യനുണ്ട്. കണിശക്കാരനാ. പറഞ്ഞ അച്ചട്ടുവാ. പേര് ശൂലപാണി വാര്യര്. പരിഹാരം ഉണ്ടെന്ന അദ്ദേഹം പറയണച്ചാ കല്യാണം ആവാലോ. അമ്മാളുക്കുട്ടിയമ്മ പ്രതീക്ഷയിൽ രവീന്ദ്രനെ നോക്കി. നിനക്ക് അവിടെ വരെ ഒന്ന് പോയിക്കൂടെ എന്ന അഭ്യർത്ഥനയുണ്ടായിരുന്ന മുഖത്ത്. രവീന്ദ്രനിലെ പരിഭ്രമമാണ് പ്രകടമായത്. ഗോവിന്ദൻകുട്ടി നായർ മാത്രം അപ്പോഴും പഴയപടി ഇരിക്കായിരുന്നു. അല്ലേച്ചാ ഇളയകുട്ടൻ പറഞ്ഞതുപോലെ മനപ്പൊരുത്താണ് ഏറ്റവും വലിയ പൊരുത്തം നനച്ച് ധൈര്യമായി കല്യാണം അങ്ങ് നടത്താന്നേ. എന്താ? പണിക്കര് അമ്മാളുക്കുട്ടിയമ്മയോട് നോക്കി. അത് പറ്റില്ല, അമ്മാളുക്കുട്ടിയമ്മയും പറഞ്ഞു. കമല അത് സമ്മതിക്കില്ല. വൈദവ്യ യോഗം ഉണ്ടച്ചാ കല്യാണം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. രവിയുടെ ആയുസിനല്ലേ അതിന്റെ ദോഷം, ഇല്ലേ ഗോവിന്ദ? അമ്മാളുക്കുട്ടിയമ്മ സഹോദരനോട് ചോദിച്ചു. ഇക്കൊന്നും അറിയില്ല. ഇരു കൈകളും ശിരസിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോവിന്ദൻകുട്ടി നായര് ആരോടൊക്കെയോ ഉള്ള പരിഭവവും പകയും ഉണ്ടായിരുന്നു ആ മുഖത്ത്. എന്നായാലും മരിക്കേണ്ടതല്ലേ? രവീന്ദ്രൻ ആദ്യമായി ശബ്ദിച്ചു. എനിക്ക് സമ്മത കല്യാണത്തിന്. അതിനായിട്ട് ഇനി ഒരു ജോത്സനെ കാണണ്ട. അമ്മയുടെയും കമലയുടെയും ഒന്നും അനുവാദത്തിന് കാക്കുകയും വേണ്ട. ഗോവിന്ദമാവയെ ഒന്ന് തരളിതനാക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. അത് സാധിച്ചു. ഗോവിന്ദൻകുട്ടി നായർ എഴുന്നേറ്റ് വന്ന് രവീന്ദ്രനെ കൈക്ക് പിടിച്ചു. വേണ്ട മോനെ, അമ്മയ്ക്കും കമലയ്ക്കും മാത്രമല്ല എനിക്കും വലുത് നിന്റെ ആയുസ. നിനക്കെന്തേലും ദോഷം വരിച്ചാ ഗോവിന്ദൻകുട്ടി നായരുടെ കണ്ടുകെട്ടറി. എന്റെ കുട്ടി ഭാഗ്യമില്ലാത്തവളാണെന്ന് ഞാൻ കരുതിക്കോളാം. എന്നാൽ അതിന്റെ ഒരു യോഗം സഹിക്കാനാവാതെ അയാൾ വിങ്ങിപ്പൊട്ടി. ഭാഗ്യമില്ലാത്തവളാണെന്ന് നിശ്ചയിക്കാൻ വരട്ടെ ഗോവിന്ദ, അമ്മാളുക്കുട്ടിയമ്മ പറഞ്ഞു. പണിക്കര് പറഞ്ഞ ആ വാര്യരെ കൂടി ഒന്ന് കാണാം. രവി ജോലി ചെയ്യണ ടൗണിലാച്ചാ അവൻ തന്നെ ചെന്ന് കണ്ടോളൂ. വേണ്ട, ഗോവിന്ദൻകുട്ടി നായർ കൈചലിപ്പിച്ചു. ശ്രീധരപ്പണിക്കരൊന്ന് പറഞ്ഞാ പിന്നെ മറ്റിടത്ത് പോയിട്ട് കാര്യമില്ല. അനുഭവിക്കാനുള്ളത് അവൻ അനുഭവിക്കന്നെ. തലൈവര തൂത്താ പോവോ? ശ്രീധരപ്പണിക്കര് കവടി വാരി സഞ്ചിയിലിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇടയ്ക്ക് അയാളുടെ കണ്ണുകൾ മറ്റാരും അറിയാതെ രവീന്ദ്രന്റെ മുഖത്തേക്ക് പാറിച്ചെന്നു. ഭയങ്കരം തന്നെ എന്നൊരു വിലയിരുത്തൽ നടത്തി. പണിക്കർക്ക് ദക്ഷിണ വയ്ക്കാം, ഗോവിന്ദൻകുട്ടി നായര് രവീന്ദ്രനോട് പറഞ്ഞു. വെറ്റിലോടും അടക്കയോടും ഒപ്പം 250 രൂപ കൂടി രവീന്ദ്രൻ പലകയിൽ വെച്ചു. യാത്ര പറഞ്ഞ് പടിക്കര് പടിയിറങ്ങി. ഓട്ടോറിക്ഷ അയാൾക്കായിട്ട് കാത്തു നിന്നിരുന്നു. ഞങ്ങൾ ഇറങ്ങാ, ഗോവിന്ദൻകുട്ടി നായർ പറഞ്ഞു. പിന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു. തങ്കം, വേഷം മാറ്റിവാ, നമുക്ക് പോകാം. ഊണ് കഴിക്കാതെയോ? അമ്മാളുക്കുട്ടിയമ്മയുടെ കണ്ണുകളും മിഴിച്ചു. ഗോവിന്ദൻകുട്ടി നായർ നോക്കി. അതും നല്ലൊരു വിഷുവായിട്ട്. നല്ല വിഷോ? ഗോവിന്ദൻകുട്ടി നായർ ചോദിച്ചു. എന്റെ കുട്ടി എന്നേക്കുമായിട്ട് കരയിച്ച വിഷു അത്. ഇന്നെനിക്ക് ചോറ് ഇറങ്ങില്ല. അമ്മയടുത്തേക്ക് അറിയില്ലേ? ആശിച്ചാശിച്ച് കാത്തിരുന്നിട്ട് ഇല്ല. അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. എന്തേലും പറഞ്ഞ് നിങ്ങൾ അവളെ സമാധാനിപ്പിക്കുക, അല്ലാച്ച അതിന് വല്ല വിഷവും കൊടുക്കുക. ഗോവിന്ദ, അമ്മാളുക്കുട്ടിയമ്മ നിലവിളിച്ചു. രവീന്ദ്രൻ തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അല്ലാതെ ഞാൻ എന്താ പറയാ? എങ്ങനെയാ ഞാൻ എൻ്റെ സങ്കടം തീർക്കുക?
അവളെ ഞാനിവിടെ കൊണ്ടുവന്ന് വിടരുതായിരുന്നു. പട്ടിണി അയച്ചാലും മനസമാധാനത്തോടെ അതവിടെ കഴിഞ്ഞാനെ. കുറ്റം എന്റെതാ. അമ്മയെടുത്തിട്ട് അപ്പോഴത്തെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞു. അന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നപ്പോ പിള്ളേരുടെ ജാതകങ്ങൾ ചേരുമെന്ന് നോക്കാൻ പറഞ്ഞില്ല. ഇങ്ങനൊരു വിധി ശങ്കിച്ചില്ല. ഗോവിന്ദൻ എന്നും മണ്ടനായിരുന്നേ. താടിക്ക് കൈതാങ്ങി ഇന്ന് അമ്മാളിക്കുട്ടിയമ്മ ഏങ്ങി ഏങ്ങി കരഞ്ഞു. അകത്തുനിന്നും കമലയുടെ തേങ്ങലുകൾ പുറത്തേക്ക് തെറിച്ചു വീണു. തങ്കേ, അക്ഷമയില് ഗോവിന്ദൻകുട്ടിനാര് വിളിച്ചു. തങ്ക വാതുക്കലെത്തി. യാത്രാവേഷത്തിലായിരുന്നു അവള്. കയ്യില് സഞ്ചി ഉണ്ടായിരുന്നു. പോയിട്ട് വരാം അമ്മായി. തങ്ക അമ്മാളിക്കുട്ടിയമ്മയുടെ യാത്ര പറഞ്ഞിട്ട് പോയി. അമ്മാളിക്കുട്ടിയമ്മ തകരുന്ന ഭാവത്തില് അവളെ നോക്കി. നിനക്കെങ്കിലും ഒരു ദിവസം ഇവിടെ നിന്നൂടെ മോളെ? അവൾക്കൊരു സമാധാനത്തിന്. തങ്ക അഭിപ്രായം ആരാഞ്ഞെന്നോണം അച്ഛനെ നോക്കി. വേണ്ട. ഗോവിന്ദൻകുട്ടികാരുടെ മുഖം കനത്തു. നിന്നത് നിന്നു. ഇനി പറ്റില്ല. തിരിഞ്ഞു നടന്നു കഴിഞ്ഞു അയാള്. പിന്നാലെ തങ്കലയിലേയും നടന്നു. പടി കടന്നപ്പോ അവളൊന്ന് തിരിഞ്ഞു നോക്കി. ചുരിദാറിന്റെ ഷാള് കൊണ്ട് കണ്ണുകളൊപ്പി വീണ്ടും നടന്നു. അമ്മാളിക്കുട്ടിയമ്മ മെല്ലെ അകത്തേക്ക് ചെന്നു. അടുക്കളയിൽ കരിപുരണ്ട ചുവർച്ചാരി നിലത്ത് കുത്തിയിരിക്കുകയായിരുന്നു കമല. എന്റെ മോളെ. അമ്മാളിക്കുട്ടിയമ്മ ചെന്ന് അവളുടെ അരികിലിരുന്നു. ദൈവം നമ്മളോട് ഇങ്ങനെയൊക്കെ ഒരു ചതി ചെയ്തുല്ലോ. അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ നീ പറ. അമ്മായി എന്താ വേണ്ടത്? എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്റെ മകന്റെ ആയുസിനേക്കാൾ എനിക്ക് വലുത് നിന്റെ സന്തോഷ. അമ്മായി ഒരുത്തിയാ നിന്നെ ഈ സങ്കടത്തിലാക്കിയത്. നീ പറയണ പ്രായശ്ചിത്തം ഞാൻ ചെയ്യും. ഇങ്ങനെയൊന്നും പറയില്ല അമ്മായി. അമ്മാളിക്കുട്ടിയമ്മയുടെ നെഞ്ചിലേക്ക് വീണ് അവള് കരഞ്ഞു. അമ്മായി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ പറയുന്നതാ എനിക്ക് സങ്കടം. എന്നാലും നീ എത്ര കൊതിച്ചതാ മോളെ. എന്നിട്ടും ഒടുവില് സാരല്ലമ്മായി, ഞാൻ സഹിച്ചോളാം. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം എനിക്കുണ്ടല്ലോ, അത് മതി. ഇവിടെ എല്ലാവരും സന്തോഷമായും സുഖമായും കഴിയണത് കണ്ടാൽ മതി എനിക്ക്. കണ്ണീര് തുടച്ച് അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. രവി ജോലി ചെയ്യണ ഓഫീസിനടുത്ത് ഒരു വാര്യര് ജോത്സ്യനുണ്ടെന്ന് പണിക്കര് പറഞ്ഞു. അമ്മാളിക്കുട്ടിയമ്മ കമലയെന്ന് തലോടി. അയാളുടെ അടുത്ത് നിങ്ങളുടെ രണ്ടിനെയും ജാതകം ഒന്ന് കാണിക്കാം. എന്തേലും പരിഹാര കർമ്മങ്ങൾ നടത്തിയാല് കല്യാണം ആകാമോ എന്നറിയാലോ. വേണ്ടമ്മായി, കമല പറഞ്ഞു. ആകാന്നിനി ആര് പറഞ്ഞാലും അത് കേട്ടതിന്റെ പേടി എൻ്റെ ഉള്ളൊന്ന് പോകില്ല. കല്യാണമല്ലേ എനിക്ക് വലുത്. രവീട്ടനാണ്. രവീട്ടന്റെ ജീവനാണ്. രവീട്ടന് ഒരു ആപത്തും വരാൻ പാടില്ല. രവീട്ടന് എന്തെങ്കിലും പിണഞ്ഞ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന അമ്മായി കരുതണുണ്ടോ? ഒരു ഗ്ലാസ് ജീരകവെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് വന്നതാണ് രവീന്ദ്രൻ. കമലയുടെ വാക്കുകൾ കേട്ട് വാതിലിന് പിന്നിൽ തന്നെ അയാൾ നിന്ന് കളഞ്ഞു. വല്ലാത്തൊരു നടുക്കവും പാരവശ്യവും അയാൾക്കുണ്ടായി. ഇതുവരെയും ഒരു മിണ്ടാപ്പെണ്ണായിരുന്ന കമല. അവളുടെ ഉള്ളിൽ തന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്ന് അറിയാമായിരുന്നു. എന്നാൽ ആ സ്നേഹത്തിന്റെ കരുത്തും പാകതയും ഇപ്പോഴാണ് അയാൾക്ക് വ്യക്തമായത്. സന്തോഷായി. ഈ വീടിന്റെ ഒരു കോണിൽ ഞാൻ കഴിഞ്ഞോളാം അമ്മായി. അകലെ നിന്നായാലും ജീവനോടെ എനിക്ക് രവീട്ടിനെ കാണാലോ. എന്റെ മോളെ. അമ്മാളിക്കുട്ടിയമ്മ വിങ്ങിപ്പൊട്ടി. ഇനിയും താമസിപ്പിക്കാതെ രവീട്ടിനെ കല്യാണം നടത്തണം അമ്മായി. പഠിപ്പും മിടുക്കുള്ള ഒരു പെണ്ണ് ഈ വീട്ടിൽ വരണം. എന്നാലേ എനിക്കും അഭിമാനമായിട്ട് ഇവിടെ കഴിയാൻ പറ്റൂ. നെഞ്ചിലെ മഞ്ഞിന്റെ തണുപ്പും കരിങ്കലിന്റെ കനവുള്ള എന്തോ ഒന്ന് വന്ന് തടഞ്ഞതായിട്ട് രവീന്ദ്രന് തോന്നി. വെള്ളം കുടിക്കാനുള്ള ദാഹം ക്ഷമിച്ചു. കാലച്ച കേൾപ്പിക്കാതെ അയാൾ തിരിഞ്ഞു നടന്നു. വിശുദ്ധനാണ്. എന്നിട്ട് ഒരു മരണ വീടിന്റെ അവസ്ഥയിലായിരുന്നു കുപ്രങ്ങാട്ട്. ഊണ് കഴിക്കാൻ ആരും എത്തിയില്ല. ഒടുവിൽ കമല തന്നെ ചെന്ന് എല്ലാവരെയും വിളിച്ചു. സന്തോഷം അഭിനയിച്ചു അവള്. ഹൃദയം പൊടിയുന്ന വേദനയാണ് നെഞ്ചിനുള്ളിൽ. എല്ലാമെന്ന് കരുതിയിരുന്ന രവീട്ടിന്റെ ഇനിമേൽ തന്റെ ആരും അല്ലാതായിരിക്കുന്നു. തന്റെ സ്ഥാനത്ത് ഇനി ഇവിടെ മറ്റൊരു പെൺകുട്ടി വരും. പിറ്റേന്ന് രാവിലെ പ്രാതലിന്റെ സമയത്ത് രവീന്ദ്രൻ കമലയോട് ചോദിച്ചു. ഞാനിന്ന് ശൂലപാണി പണിക്കരെ കാണാം. എന്താ അയാൾ പറയുന്നെന്ന്? വേണ്ട. കമല ഇടയിൽ കയറി. അവളുടെ സ്വരത്തിന് മുമ്പൊരിക്കലും ഇല്ലാത്ത ദൃഢതയുണ്ടായിരുന്നു. അവർ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുറിയിൽ. കമലയെ നഷ്ടപ്പെടുന്നതിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് രവീന്ദ്രന് വിഷമം തോന്നി. ജീവിതത്തിൽ നിന്നും അവൾ മാഞ്ഞു പോകുമ്പോൾ വിലപ്പെട്ട എന്തോ പൊലിയുന്നത് പോലെ ഒരു തോന്നല്. പഠിപ്പില്ലായ്മയും പരിഷ്കാരമില്ലായ്മയും ഒരു കുറവല്ലാതായിരിക്കുന്നു. കമലയ്ക്ക് പകരം രവീന്ദ്രന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണില്ലായിരുന്നു. മനസ്സിൽ നിന്നും അവളെ പടിയിറക്കി വിടാൻ പ്രയാസം. അങ്ങനെ ചിന്തിക്കുമ്പോഴേ വല്ലാത്തൊരു ശൂന്യത, തളർച്ചയും. കമല തന്നെ സ്നേഹിച്ചിരുന്നത് പോലെ താൻ അവളെയും സ്നേഹിച്ചിരുന്നോ എന്ന് രവീന്ദ്രന് സംശയം. പിന്നെന്തിന് താനിങ്ങനെ ഒരു കള്ളക്കളി കളിച്ചു? നന്ദന്റെ ആർഭാട ജീവിതം കണ്ട് ഭ്രമിച്ചതിനാലാണോ? അല്ലെങ്കിൽ വേണ്ട. രവീന്ദ്രൻ പറഞ്ഞു. ആരെയും കാണുന്നില്ല. പണിക്കര് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് കരുതുക. എന്നിട്ട് ദിലീപൻ പറഞ്ഞതുപോലെ സൗകര്യമുള്ള ഒരു ദിവസം നോക്കി കല്യാണം നടത്തും. വേണ്ട രവീട്ട. കമല കരയാൻ തുടങ്ങി. അടുത്തു വന്ന് നിൽക്കാൻ പോലും എനിക്കിപ്പോ പേടിയാ. എന്റെ ജാതകദോഷം കൊണ്ട് രവീട്ടിന് എന്തെങ്കിലും ആപത്ത്
ഒരാപത്തൂല, ഒക്കെ അന്ധവിശ്വാസ കുട്ടി. ഇപ്പൊ അഭിനയിക്കുകയായിരുന്നില്ല രവീന്ദ്രൻ. കമലയുടെ മനസ്സിൽ കയറിയ ആ ഭയം ഒഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അയാൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്തതിലൊക്കെ കടുത്ത അപരാധബോധവും. രവീട്ടൻ നല്ലൊരു കുടുംബത്തിൽ നിന്നും പഠിപ്പും സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം. ഇടറുന്ന സ്വരത്തില് കമല അറിയിച്ചു. എന്നിട്ട് എല്ലാരും സുഖമായിട്ട് ജീവിക്കണത് കാണണം എനിക്ക്. അത് മതി. പറഞ്ഞിട്ട് അവള് തിരിഞ്ഞ അടുക്കളയിലേക്ക് കയറിപ്പോയി. മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മറുപടി കമലിൽ നിന്നുണ്ടായാല് ഒരു ഗ്രഹപ്പിഴ ഒഴിഞ്ഞു പോയതുപോലെ രവി സന്തോഷിച്ചേനെ. ഇപ്പോ സന്തോഷിക്കാൻ കഴിയുന്നേയില്ല. ഓഫീസിലെത്തിയപ്പോൾ നന്ദനുമായി ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നി. ഈ വൈക്ലബ്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ അവനെ കഴിയൂ. ഫോൺ ചെയ്തപ്പോൾ നന്ദഗോപൻ അതിശയം. ഇന്ന് എപ്പോഴെങ്കിലും അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. എനി ന്യൂസ്? ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. കുഞ്ഞിന്റെ 56th ഡേ ആണ് നാളെ. പേരിടലും നാളെയാണ്. അമ്മയോട് പറയണം. കുഞ്ഞുണ്ടായ വിവരം നീ അമ്മയോട് അറിയിച്ചില്ല? രവി ഓർമ്മപ്പെടുത്തി. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ അമ്മയല്ലേ, നേരി കാണുമ്പോൾ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എന്ന് വെച്ച് നാളെ അമ്മയെ കൊണ്ടുവരണ്ട കേട്ടോ. അതെന്താ? നാളെ ചീഫ് ഗസ്റ്റുകളുടെ ഡേയാ. അച്ഛന്റെ വലയത്തിലുള്ള പല സ്രാവുകളും ചീങ്കണ്ണികളും എത്തും. അമ്മയ്ക്ക് അതൊക്കെ വിഷമാവും. നമുക്കും. രാഗിക്കാണെങ്കിൽ അമ്മയിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാനും കഴിയില്ല. അവളുടെ കുറെ ചങ്ങാതികളും കാണും. അതിനിടയിൽ ഞാൻ വരുന്നത് അസൗകര്യമാവില്ലേ? അതെങ്ങനെയാ? രവീട്ടിനെ കാണാനും ഒരാൾ വരുന്നുണ്ട്. സുന്ദരിയായ ഒരു എയർ ഹോസ്റ്റസ്. നന്ദൻ ഉച്ചത്തിൽ ചിരിച്ചു. രവി ഒന്നുകൂടി മൂഡിലായി. വിഷുവിന്റെ അന്നത്തെ സംഭവ പരമ്പരകള് അയാൾ വിശദീകരിച്ചു. നന്ദൻ പൊട്ടിച്ചിരിച്ചു. ഗോവിന്ദമ്മാമയും മകളും സന്തോഷമായിട്ട് ഒഴിഞ്ഞുപോയതില് മനം നിറഞ്ഞ ആഹ്ലാദിക്കല്ലേ വേണ്ടത് രവീട്ട? ഈ ബുദ്ധി ഉപദേശിച്ചു തന്നവൾക്ക് ഒരു സമ്മാനം കൂടി കൊണ്ടുവരണം. എനിക്ക് പക്ഷെ സന്തോഷിക്കാനാവുന്നില്ല നന്ദ. നോ. നന്ദൻ ഉച്ചയുയർത്തി. നാളെ കാണാൻ പോകുന്ന വെളുത്ത് കൊലുന്തനെയുള്ള സുന്ദരിയെ കുറിച്ച് ഓർത്താ തീർച്ചയായിട്ടും രവീട്ടിന് സന്തോഷിക്കാനാവും. നീലക്കണ്ണുകള്, ഒഴുകുന്ന കോലം മുടി, അമേരിക്കൻ ഇംഗ്ലീഷ്. ബാക്കി നാളെ. ലൈൻ മുറിഞ്ഞു. പ്രിയരെ, അപ്പൊ നമ്മുടെ കഥയും ബാക്കി നാളെ കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. സ്റ്റേ ട്യൂൺ ഓൺ സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.